ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ഓൾ. അപ്പോൾ GIB 13 ഫിസിക്സ് ഡിസ്കഷൻ നമ്മൾ ആരംഭിക്കുകയാണ്. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The displacement of a particle is represented by the equation y is equal to so and so. The motion of the particle is SHM with the period. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ SHM ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? അതിൻ്റെ ടൈം പീരീഡ് കണ്ടെത്തണം അല്ലേ? ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ നോക്കൂ, നമ്മുടെ ഇക്വേഷൻ എന്താ? y is equal to 3 cos pi by 4 minus 2 omega t. That is equal to 3 cos. നോക്കൂ, ഞാൻ അതിന് മൈനസിനെ പുറത്തെടുക്കണേ. മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുക? 2 omega t മൈനസ് പൈ ബൈ 4. നമുക്കറിയാം കോസ് ഓഫ് മൈനസ് തീറ്റ എന്ത്? ദാറ്റ് ഈസ് 3 cos 2 omega t മൈനസ് പൈ ബൈ 4. ഓക്കെ ആണല്ലോ? കോസ് ഓഫ് മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നോക്കൂ, അവിടെ ഒമേഗ ഉള്ളിടത്ത് നമുക്കിവിടെ ഉള്ളത് 2 omega. 2 omega. Therefore I can say here omega എന്ന് പറഞ്ഞാൽ 2 omega ആണ്. That is 2 omega equal to 2 pi by capital T. Am I right? Because this is the actual angular velocity 2 pi by T. അപ്പോൾ അവിടെ 2 omega നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Now that is T is equal to 2 pi divided by 2 omega. That is equal to pi by omega എന്ന് കിട്ടും. ഇങ്ങനെ ആൻസർ ഉണ്ടോ? Yes, option 2 is correct. Option 2 is the right answer. Option 2. കിട്ടിയല്ലോ? Yes, that means simple harmonic with the period pi by omega. അടുത്ത question. The field at center due to circular arc of radius r having charge density lambda as shown in figure will be. ഓക്കെ, നമുക്ക് ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇത് ഫുൾ സർക്കിൾ ആണെങ്കിൽ ഇവിടുത്തെ ഫീൽഡ് എത്ര? 0 ആണ്. ഫീൽഡ് 0. അപ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്യണമെന്നില്ല, നേരിട്ട് നമുക്ക് ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നോക്കൂ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷനും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ ഫീൽഡ് എന്ന് പറഞ്ഞത് ഇയാളുടെ മാത്രം കോൺട്രിബ്യൂഷൻ ആവും അല്ലേ? ഇയാളുടെ മാത്രം കോൺട്രിബ്യൂഷൻ. ഇങ്ങനെ സർക്കുലർ ആർക്ക് ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താ പഠിച്ചത്? is equal to 2k lambda divided by radius into sin 5 by 2. ഓർക്കുന്നില്ലേ? sin 5 by 2 നമുക്ക് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് 2k lambda divided by r. അപ്പോൾ നമ്മൾ ഈ പോർഷനെ കുറിച്ച് മാത്രം, അല്ലെങ്കിൽ മൊത്തം കൊടുത്താലും നമുക്ക് സെയിം ആൻസർ ആയി കിട്ടോ. അപ്പോൾ ഇത് നമുക്ക് എത്രയാണ് ഇവിടുത്തെ ആംഗിൾ? ദിസ് ആംഗിൾ ഈസ് പൈ ബൈ 2. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ കിട്ടുക? sin പൈ ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 2 lambda ഡിവൈഡഡ് ബൈ 4 pi epsilon 0 r. sin പൈ ബൈ 4 sin 1 by root 2. That is equal to root 2 lambda. Sorry, root 2 താഴെ. That is lambda divided by 2 4 കട്ട് ചെയ്താൽ 2 root 2 pi epsilon 0 r. ഇങ്ങനെ ആൻസർ ഉണ്ടോ? Yes, option 3 is correct. Option 3 is the right answer. ഇനി നോക്കൂ, ഇവിടെ നോക്കൂ, ഇത് മാത്രമല്ലാതെ ഇത് മൊത്തം എടുത്തിട്ട് ഒറ്റയ്ക്കും നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ എത്ര കിട്ടുക? 3 pi by 2 അല്ലേ? റെഡി അല്ലേ? ഇത് 3 pi by 2 ആണ്. അപ്പോൾ 3 pi by 2 എടുത്തു കഴിഞ്ഞാൽ 3 pi by 4 എന്ന് കിട്ടും. 3 pi by 4 cos 3 pi by sin 3 pi by 4 തന്നെയാണ് 1 by root 2 ആണ്. അപ്പോഴും നമുക്ക് അതേ ആൻസറിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ്. A cube made of wires of equal length is connected to battery as shown in figure. The side of the cube is L. The magnetic field at the center of the cube. അപ്പോൾ കറണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പോൾ ഫീൽഡ് എന്തായാലും 0 ആയിരിക്കും. അത് കാരണം വളരെ സിമെട്രിക്കലി ആണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഫീൽഡ് നമുക്ക് 0 എന്ന് പറയാം. കാരണം നോക്കൂ, ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം. സീ ദിസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കി, ഇവിടുത്തെ ഇതുപോലെ തന്നെ ഇപ്പോൾ ഏതെങ്കിലും 2 പോർഷൻ എടുക്കുക. അപ്പോൾ ഈ പോർഷനും ഇത് എടുത്തോളും. ഫോർ എക്സാമ്പിൾ ഇത് അത് തമ്മിലുണ്ടാക്കുന്ന ഫീൽഡുകൾ ഇവിടെ ഉണ്ടാക്കുന്ന ഫീൽഡുകൾ അത് ഇവരുണ്ടാക്കുന്ന ഫീൽഡുകളും തമ്മിൽ കട്ട് ചെയ്തു പോകും. ആ 3 ഡയമെൻഷനലി
അപ്പോൾ നമുക്കവിടെ കാണിക്കുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി. അത് സിമെട്രിക്കലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ഒരു ഫ്രെയിം ഇവിടെ ഒരു ഫ്രെയിം ഇവിടെ. അപ്പോൾ ഇയാൾ ഇവിടെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് നോക്കൂ. അപ്പോൾ ആ ഫീൽഡ്, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുക ഇവിടുത്തത്. കാരണം കറണ്ടിന്റെ ഡിറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതുപോലെ തന്നെ ഇയാളത് ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇയാൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും, ഇയാൾ ഇവിടെ കൊടുക്കുന്നുണ്ടാവും. ഇത് ക്യാൻസൽ ചെയ്ത് പോകുന്നതാണ് പറഞ്ഞതിന്റെ സിമ്പിൾ മീനിങ്. ഓക്കെ, therefore the answer is 0. 0 is the right answer. അടുത്ത് നോക്കൂ. The network shown in the figure is a part of a complete circuit. If at a certain instant the current I is 5 ampere and it is decreasing at the rate 10 raised to 3 ampere per second, VA minus VB. Okay. അപ്പോൾ നോക്കൂ, വി എ മൈനസ് വി ബി ആണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് വി എ മൈനസ് വി വി എ മൈനസ് വി ബി നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ വി എ മൈനസ് ഐ ആർ, കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഐ ആർ. ദെൻ അവിടെ അവസാനം പോസിറ്റീവിലേക്കാണ് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, പോസിറ്റീവിലേക്ക് എത്തുന്നുണ്ട്. പ്ലസ് ഞാൻ വി എന്ന് കൊടുക്കുകയാണ്, വി. ദെൻ എഗെയിൻ ഇവിടെ ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള ഡ്രോപ്പ് ദാറ്റ് ഈസ് minus LDI divided by dt. That is equal to VB. Okay. Now VA minus VB, that is equal to IR minus V plus LDI by dt. LDI by dt. ഇവിടെ നോക്കൂ, ഇറ്റ് ഈസ് ഡിഗ്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 10 raised to 3 ആംപിയർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് നോക്കൂ, അതെങ്ങനെ എഴുതുക, ഡി ഐ ബൈ ഡി ടി എന്നപ്പോൾ നമ്മൾ എഴുതുമ്പോൾ മൈനസ് 10 raised to 3 ആംപിയർ പെർ സെക്കൻഡ് ആണ്. ബിക്കോസ് കറണ്ട് ഈസ് ഡിഗ്രീസിങ് അറ്റ് ദ റേറ്റ്, ഇൻക്രീസിങ് അല്ല. Therefore what we can write, this is finally equal to IR 1 into 5 ampere minus 15. Then നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കണം, പ്ലസ് എല്ലിൻ്റെ വാല്യൂ 5 മില്ലി ഹെൻറി, 5 into 10 raised to minus 3 into minus 10 raised to 3 minus 10 raised to 3 di by dt, di by dt. Therefore you will get ഇവിടെ 5 നോക്കൂ, ഇവിടെ you see this 10 raised to minus 3, 10 raised to 3 cancelled. Then minus ഇവിടെ വരുമ്പോൾ ഇവിടെ മൈനസ്. And finally you are having 5 minus 15 minus 5. റെഡി അല്ലേ? പ്ലസ് 5ഉം മൈനസ് 5ഉം കട്ട് ചെയ്താൽ minus 15 volt is the final answer. Oh my god, minus 15 is not there. But what we have done is correct. നോക്കൂ, അപ്പോൾ വി എ മൈനസ് വി ബി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മൈനസ് 15 വോൾട്ട് തന്നെയാണ്. വി ബി മൈനസ് വി എ ആണെങ്കിൽ ആണ് 15 വോൾട്ട് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ആക്ച്വലി നൺ ഓഫ് ദ ഗിവൺ ആൻസേഴ്സ് ഈസ് കറക്റ്റ്. മൈനസ് 15 വോൾട്ട് എന്നുള്ളത് നമുക്ക് സൊല്യൂഷനിൽ നമുക്ക് തന്നിട്ടില്ല. ഓക്കെ ആണല്ലോ? യെസ്, അത് ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തേക്ക് പോവാം. A current carrying solenoid is approaching a conducting loop as shown in figure. The direction of the induced current as observed by the observer on the other side of the loop will be. Yes, നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാം, ഇവിടെ നോക്കൂ, ഇവിടെ ഈ ലൂപ്പിനെ പറ്റി നോക്കൂ. ഇവിടെ കറണ്ട് ലൂപ്പ് ഇങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുക. റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, അതായത് ഈ കറണ്ടിൻ്റെ ഡിറക്ഷനിൽ നിങ്ങൾ ഫിംഗേഴ്സിനെ കേൾ ചെയ്യുക. അങ്ങനെ കേൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കൂ, ഇവിടുത്തെ ഡിറക്ഷൻ എന്താ കിട്ടുന്നത്, അങ്ങോട്ട്. എന്ത് ഡിറക്ഷൻ? ഫീൽഡിൻ്റെ ഡിറക്ഷൻ. അതായത് സർക്കുലാർ കറണ്ട് ലൂപ്പിലെ ഇവിടുത്തെ ഫീൽഡിൻ്റെ ഡിറക്ഷൻ നമുക്ക് എങ്ങനെ കിട്ടുക? ഇവിടുന്ന് അങ്ങോട്ട് കിട്ടും. ഇവിടെ നോക്കൂ, കറണ്ട് ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ലൂപ്പ് നോക്കുക, ഇങ്ങനെയാണ് ലൂപ്പ്. അതിലൂടെ കറണ്ട് ഇങ്ങനെ വരുന്നത്. അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷനിൽ നിങ്ങൾ ഫിംഗേഴ്സിനെ കേൾ ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഫീൽഡ് ഈ ഡിറക്ഷനിൽ കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഫീൽഡ് പോകണമെങ്കിൽ ഈ ഭാഗം എന്തായിരിക്കണം? നോർത്ത് പോൾ ആയിരിക്കണം. അപ്പോൾ ഇവിടെ ഇത് നോർത്ത് പോളാണെന്ന് മനസ്സിലായി. ദാറ്റ് മീൻസ് നോർത്ത് പോൾ അപ്രോച്ചിങ് ദിസ് ലൂപ്പ് എന്നാണ് ഇനി നമ്മളതിനെ മനസ്സിലാക്കുന്നത്. നോർത്ത് പോൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നു. ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ അടുത്തുകൊണ്ടിരിക്കുന്ന നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ ശ്രമിക്കും. ആര്?
ഇവിടെ ഫോം ചെയ്ത കറണ്ട് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇതിൻ്റെ ഫ്രണ്ട് സൈഡാണ് ഇയാൾ നോക്കുന്നത്. നമ്മൾ ബാക്ക് സൈഡ് കൂടെയാണ് മാഗ്നറ്റ് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സോളിനോയിഡ് വരുന്നത് ഈ ലൂപ്പിന്റെ ബാക്ക് സൈഡിലൂടെയാണ്. അപ്പൊ ബാക്ക് സൈഡിലൂടെ നോർത്ത് പോൾ അടുക്കുമ്പോൾ ആ ബാക്ക് സൈഡിൽ എന്താ സംഭവിക്കുക? നോർത്ത് പോൾ തന്നെ ഫോം ചെയ്യും. എന്തിന്? അടുത്തുകൊണ്ടിരിക്കുന്ന നോർത്ത് പോളിനെ റിപ്പൽ ചെയ്യാൻ. അതാണല്ലോ ലെൻസസിലോ നമ്മളോട് പറയുന്നത്. അപ്പൊ അതിനെ റിപ്പൽ ചെയ്യണമെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ നോർത്ത് പോൾ ഫോം ചെയ്യണം. ബാക്ക് സൈഡിൽ നോർത്ത് പോൾ ഫോം ചെയ്യണമെങ്കിൽ അവിടുത്തെ കറണ്ടിന്റെ ഡിറക്ഷൻ എന്തായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ്. ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ കറണ്ട് പോകുമ്പോഴാണല്ലോ നമുക്ക് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് സൈഡ് നമുക്ക് നോർത്ത് പോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ എന്തായിരിക്കും? ബാക്ക് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഫ്രണ്ടിൽ എന്താ? ക്ലോക്ക് വൈസ്. ഫ്രണ്ടിൽ ക്ലോക്ക് വൈസ്. അപ്പോൾ ഇയാൾ കാണുന്നിടത്ത് എന്തായിരിക്കും? ക്ലോക്ക് വൈസ്. Therefore, the answer is option 2 is the right answer. അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല, നോക്കി ഇങ്ങനെ ആൻസർ പറയാനേ അവിടെ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഈ ഒരു സോളിനോയിഡിന്റെ ഈ എൻഡ് നോർത്ത് പോളായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ആദ്യത്തെ പരിപാടി. അതിന് നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ തന്നെ അപ്ലൈ ചെയ്യാം. ഫിംഗേഴ്സ് കറണ്ടിന്റെ ഡയറക്ഷനിൽ കേൾ ചെയ്യുക. ദെൻ തമ്പ് ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഫീൽഡ് ലൈൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ നോർത്ത് പോളിൽ നിന്നാണ് എക്സ്റ്റേണലി ഫീൽഡ് പുറത്തേക്ക് പോകുന്നത്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നോർത്താന്ന് മനസ്സിലായി. അടുത്തുകൊണ്ടിരിക്കുന്ന നോർത്ത്. അപ്പോൾ ഇതിന്റെ ബാക്ക് സൈഡിലും എന്ത് ഫോം ചെയ്യണം? നോർത്ത്. അപ്പോഴേ അതിന് റിപ്പൽ ചെയ്യുള്ളൂ. അങ്ങനെ നോർത്ത് ഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ എന്തായിരിക്കും? ക്ലോക്ക് വൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the circuit given below, what will be the reading of the voltmeter? ഇവിടുത്തെ വോൾട്ട്മീറ്റർ. അതിൽ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഒരു കാര്യം തന്നിട്ടുണ്ട്. ഇൻഡക്ടറിന് അക്രോസിൽ 100 വോൾട്ട് ആണ്, കപ്പാസിറ്ററിന് അക്രോസിലും 100 വോൾട്ട് ആണ്. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് VL ഈക്വൽ ടു VC ആണ്. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ ക്യാൻസൽ ചെയ്തു. എന്ന് വെച്ചാൽ നമ്മുടെ 200 വോൾട്ട് എവിടെ വരും? റെസിസ്റ്ററിന് അക്രോസിൽ വരും. ദെർഫോർ റെസിസ്റ്ററിന് അക്രോസിലുള്ള വോൾട്ടാണ് നമ്മുടെ അപ്ലൈഡ് വോൾട്ടേജ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 200 വോൾട്ട്. ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. റെസൊണൻസ് കണ്ടീഷനാണ് എന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് ദാറ്റ് ഈസ് മാച്ച് ദ ഫോളോയിങ് ആണ്. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച പോളറൈസേഷൻ ആണ്. ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ 1B ആണ്. 1B നോക്കൂ. അപ്പോൾ ഇത് തെറ്റാന്ന് മനസ്സിലായി. അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് μ0 ഇൻറ്റു H പ്ലസ് M. അപ്പോൾ 2D ഇവിടെ 2. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ആൾസോ ഫോം ടു ബി റോങ്. 2D. അപ്പോൾ ഇനി അടുത്തും കൂടി ചെയ്യണം. അതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. പറഞ്ഞാൽ എത്ര ഈസി ആയിട്ട് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. അതെങ്ങനെ മനസ്സിലാക്കുക? എത്രത്തോളം മാഗ്നറ്റൈസ് ചെയ്യപ്പെട്ടു ഡിവൈഡഡ് ബൈ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അതാണ് M/H. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? തേർഡ് എക്ക് വരുന്നത് ഒറ്റൊന്നുള്ളൂ. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, എ സ്മോൾ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഫാൾസ് ഫ്രം റസ്റ്റ് ഇൻ എ വിസ്കസ് ലിക്വിഡ്. ആസ് എ റിസൾട്ട് ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു വിസ്കസ് ഫോഴ്സ്. The rate of change of temperature with respect to time when the sphere attains its terminal velocity is proportional to. ഒന്നുകൂടി വായിക്കാം. സ്മോൾ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ ഫാൾസ് ഫ്രം റസ്റ്റ് ഇൻ എ വിസ്കസ് ഫ്ലൂയിഡ്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയർ. ഓക്കെ, അത് നമുക്കറിയാം അല്ലേ? 2/9 ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈറ്റ റോ മൈനസ് സിഗ്മ ഇൻറ്റു G. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം വെൻ ദ സ്ഫിയർ അറ്റൈൻസ് ടെർമിനൽ വെലോസിറ്റി ഈസ്. ഓക്കെ, അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ അല്ലേ? നമുക്ക് ഒരു കാര്യം കൂടെ നമുക്കിവിടെ നോട്ട് ചെയ്യാം. അതായത് ഇവിടുത്തെ ഫോഴ്സ് ആരാ? ഫോഴ്സ് 6π∗r∗Vt ആണ്. ദാറ്റ് മീൻസ് F proportional to R and Vt or F proportional to R into
ആർ സ്ക്വയർ. ഓക്കെ അല്ലേ? ആർ ഇൻറ്റു ആർ സ്ക്വയർ റെഡിയാണ്. ദാറ്റ് ഈസ് എഫ് പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 3 എന്ന് ഇവിടെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഇനി നോക്കൂ, നമുക്ക് അവിടെ ഹീറ്റ് പ്രൊഡക്ഷൻ ആണ്. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹീറ്റ് പ്രൊഡക്ഷൻ അല്ല, ഇവിടെ ടെമ്പറേച്ചറിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. ഡി ടി ബൈ ഡി ടി ആണ്. ഡി ക്യാപിറ്റൽ ടി ഡിവൈഡഡ് ബൈ ഡി സ്മോൾ ടി. ദാറ്റ് മീൻസ് അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നമുക്ക് ക്യൂ ഈസ് ഈക്വൽ ടു എം സി ഡെൽറ്റ ടി. നമ്മുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, എം സി ഡെൽറ്റ ടി. അപ്പോൾ ഇതിൻ്റെ ഞാൻ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ക്യൂ ബൈ ഡി ടി എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എം സി ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി. ഇത് പവർ ആണ്. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. ആൾസോ പവർ പി is equal to എഫ് വി, ഓർ എഫ് എന്താ അവിടെ? എഫ് പ്രൊപ്പോർഷണൽ ടു, അതായത് ഞാൻ നേരത്തെ എഴുതി 6 പൈ ഈറ്റ ആർ വി ടി ഇൻറ്റു വി ടി, ഇൻറ്റു വി ടി. ഓക്കെ, ദാറ്റ് ഈസ് 6 പൈ ഈറ്റ. ഓക്കെ, അവിടെ നമുക്ക് ഇനി ഇത്ര കൊടുത്താൽ മതി. പ്രൊപ്പോർഷണാലിറ്റി അല്ലേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഞാൻ പറയുന്നു പി പ്രൊപ്പോർഷണൽ ടു ആർ. നോക്കൂ, ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് കഴിഞ്ഞു. ഇതാ ആർ വി ടിൻ്റെത് നമ്മളിവിടെ ആർ ക്യൂബിലേക്ക് എത്തി. ഇപ്പോൾ ഇനി ഒരു വി ടി കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആർ ക്യൂബ് ഓൾറെഡി ഉള്ളത്. ദെൻ ഇയാളത് വി ടിൻ്റെത് ആർ സ്ക്വയർ. ദെർഫോർ ഇവിടെ പി പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 5. ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കൂ, 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്ത് നോക്ക്. 1 and 2 കമ്പയർ. എം സി കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പി എന്ന് പറഞ്ഞത് ഡി ടി ബൈ ഡി ടി ആൾസോ പ്രൊപ്പോർഷണൽ ടു പി ആണ്, ആൻഡ് വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ആർ റേസ് ടു 5. ഓപ്ഷൻ 3 ഈസ് ദ ഫൈനൽ ആൻസർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ക്ലിയർ? ഓക്കെ, ഓപ്ഷൻ 3. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Now a set of 10 equal resistors of value R each are connected in series to a battery of EMF E and internal resistance R. അപ്പോൾ നമുക്ക് 10 ഈക്വൽ റെസിസ്റ്റേഴ്സ് സീരീസിൽ ആവുമ്പോൾ ആർ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞത് അത് 10R പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. ദെർഫോർ ആ സമയത്തുള്ള കറണ്ട് I0 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. I0 ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ 11R. ഇക്വേഷൻ നമ്പർ 1 നിൽക്കട്ടെ. Now all resistors are connected in parallel to the same battery. ഓക്കെ, അപ്പോൾ പുതിയ കറണ്ടാണ് ചോദ്യം. ദെർഫോർ I ഈക്വൽ ടു ബാറ്ററി സെയിം ആണ്. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. 10 റെസിസ്റ്റേഴ്സ് പാരലലി കണക്ട് ചെയ്താൽ 10 ബൈ ആർ, ആർ ബൈ 10 പ്ലസ് ഇന്റേണൽ റെസിസ്റ്റൻസ്. അത് നോക്കൂ, പാരലലി കണക്ട് ചെയ്യുമ്പോൾ ഇത്ര റെസിസ്റ്റേഴ്സ്, അയാൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ആയിട്ട് സീരീസ് കോമ്പിനേഷൻ ആണ്. ഓക്കെ, നൗ ദിസ് ഈസ് ഓക്കെ. ഇ ഡിവൈഡഡ് ബൈ 10R പ്ലസ് ആർ, ദാറ്റ് ഈസ് 11R ഡിവൈഡഡ് ബൈ 10 വരും. ഓർ 10 ബൈ 10 മേലെ പോയി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ 11R. ഈ ഇ ഡിവൈഡഡ് ബൈ 11Rനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? I0 എന്ന് വിളിച്ചത്. Therefore the final answer is 10I0. 10I0 is the final answer. 10I0. Okay. അടുത്ത ക്വസ്റ്റ്യൻ. When light of frequency 2 nu naught threshold frequency is incident on a metal plate, the maximum velocity of electron emitted is V1. When frequency of the incident radiation is increased by നോക്കൂ, ട്രാപ്പ് ചെയ്തിട്ടാ, നല്ലോണം ശ്രദ്ധിക്കണം. ഇൻക്രീസ്ഡ് ബൈ 3V0 എന്നാ. ഇൻക്രീസ്ഡ് ടു 3V0 അല്ലേ? പല കുട്ടികളും അതിൽ വീഴാൻ സാധ്യത ഉണ്ടല്ലോ. The maximum velocity of electrons emitted from the same plate is V2. അങ്ങനെയാണ് V1 by V2 എന്താണ്? ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ കൊടുത്താൽ നമുക്ക് കിട്ടും മാക്സിമം കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് ഹാഫ് mv1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻസിഡൻറ്റ് H ഇൻറ്റു 2 nu naught. ഇൻസിഡൻറ്റ് ഫോട്ടോണിൻ്റെ എനർജി മൈനസ് H nu naught, 5 വർക്ക് ഫംഗ്ഷൻ.
ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എന്താ കിട്ടുക, ഹാഫ് എം വി വൺ സ്ക്വയർ എച്ച് ന്യൂ നോട്ട് എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 1. ഇനി സെക്കൻഡ് കേസ് എന്താ പറഞ്ഞത്, ഇൻക്രീസ്ഡ് ബൈ 3v0, ദർഫോർ ഹാഫ് എം വി ടു സ്ക്വയർ that is equal to h into ഓൾറെഡി 2 ഉണ്ട്, അതിലേക്ക് 3 കൂടെ വന്ന്, അപ്പോൾ 5 ന്യൂ നോട്ട് മൈനസ് എച്ച് ന്യൂ നോട്ട്, ദർഫോർ എത്ര വരിക, 4 എച്ച് ന്യൂ നോട്ട്. ഇക്വേഷൻ നമ്പർ 2. ഇനി നോക്കൂ, 1/2 ചെയ്താൽ നമ്മുടെ ആൻസർ ആയില്ലേ. ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 വിൽ ഗെറ്റ് v1 ഡിവൈഡഡ് ബൈ v2, that is equal to root of h nu naught 1 divided by 4, or 1:2. 1:2 is the right answer. Yes, option 1 is correct. Option 1 is the right answer. Okay, yes. Other question. The ratio of kinetic energy of an kinetic energy to the electrostatic potential of an electron in Bohr's third orbit of hydrogen atom. എവിടെയാണെങ്കിലും എന്താണ് കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ, ഹാഫ് കെ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. പൊട്ടൻഷ്യൽ എനർജി എന്താ, മൈനസ് കെ സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. കൈനറ്റിക് എനർജി ഈസ് ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു, കൈനറ്റിക് എനർജിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അല്ലേ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജി കിട്ടുക. 1:-2 is the right answer. 1:-2. Okay. Next. Unpolarized light is incident from air on a plane surface of a material of refractive index mu. At a particular angle of incidence I, it is found that the reflected and refracted rays are perpendicular to each other. അപ്പോൾ പോളറൈസേഷൻ നടന്നു, ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ ആണെന്ന് അർത്ഥം. ഓക്കെ, എന്നിട്ട് എന്താണ് ഫോളോയിങ് ഓപ്ഷൻ കറക്റ്റ്. ഓക്കെ, റെഡി. യെസ്, നോക്കൂ, ആ കേസ് നമുക്കറിയാം, പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ലൈറ്റ് നോക്കൂ, അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്തു. ദിസ് ഈസ് അൺപോളറൈസ്ഡ് ലൈറ്റ് ആണ്, അൺപോളറൈസ്ഡ്. അത് ഇൻസിഡൻറ്റ് ചെയ്താൽ റിഫ്ലക്റ്റഡ് ലൈറ്റ് നമുക്ക് ഇങ്ങനെ കിട്ടി. റിഫ്രാക്റ്റഡ് ലൈറ്റ് നോക്കുക, ഈ രൂപത്തിൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് കിട്ടി. ഓക്കെ, ദിസ് ഈസ് പോളറൈസ്ഡ് ഇൻ ദിസ് മാനർ അല്ലേ. എപ്പോൾ ഇത് ആംഗിൾ IP ആണ്, ആ സമയം തന്നെയാണ് നിങ്ങൾക്ക് ഇത് തമ്മിൽ 90 ഡിഗ്രി എന്ന് കിട്ടുക, 90 ഡിഗ്രി. ഓക്കെ, ഇനി ഓപ്ഷൻ നോക്കാം. ദ റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് പോളറൈസ്ഡ് വിത്ത് ഇറ്റ്സ് ഇലക്ട്രിക് വെക്റ്റർ പാരലൽ ടു ദ പ്ലെയിൻ ഓഫ് ദ ഇൻസിഡൻസ്. അല്ല, അതാണ് ഇത് കംപ്ലീറ്റ് അബ്സോർബ് ചെയ്ത് പോയി, ഇത് അബ്സോർബ് ചെയ്താണ്. ആര് മാത്രമല്ല, ഡോട്ട് എന്താ, പെർപെൻഡിക്കുലർ ടു ദ സ്ക്രീൻ ആണ്. റിഫ്ലക്റ്റഡ് ലൈറ്റ് ഈസ് പോളറൈസ്ഡ് വിത്ത് ഇറ്റ്സ് ഇലക്ട്രിക് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ സർഫസ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്. അടുത്തേക്ക് പോകാം. A moving coil galvanometer having current sensitivity X, voltage sensitivity Y, then resistance. വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ R ആണ്. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്താണ്, IS ഡിവൈഡഡ് ബൈ VS. ദാറ്റ് ഈസ് കറണ്ട് സെൻസിറ്റിവിറ്റി ഈസ് X ഡിവൈഡഡ് ബൈ Y. X by Y ആൻസർ ഉണ്ടോ? യെസ്, X by Y. ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 1. നെക്സ്റ്റ്, എ പോയിന്റ് ചാർജ് പ്ലസ് Q ഈസ് പൊസിഷൻഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ബേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആസ് ഷോൺ. ഇവിടെ വെച്ചു ദ ഫ്ലക്സ് ത്രൂ വൺ ഓഫ് ദ 4 ഐഡന്റിക്കൽ അപ്പർ ഫേസസ് ഓഫ് ദ പിരമിഡ്. അതായത് ഇവിടെ ചാർജ് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിൻ്റെ ഹാഫ് പോർഷൻ, ഇതൊരു പോയിന്റ് ചാർജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഹാഫ് പോർഷൻ ഉള്ളിലുണ്ടാവും, ഹാഫ് പോർഷൻ താഴേക്കുമാണ് ഉണ്ടാവും അല്ലേ. ഒരു ക്യൂബിൻ്റെ ഒരു ഫേസിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് ചാർജിനെ നമ്മൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് ഓഫ് ദ ചാർജ് ഈസ് ഇൻസൈഡ് ആൻഡ് ഹാഫ് ക്യൂബായിട്ട് പുറത്താണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു ക്യൂബ് തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒന്ന് നോക്കുക, ക്യൂബ് വേണ്ട, ഈ അവസ്ഥയിൽ തന്നെ നിങ്ങൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ഫ്ലക്സ് എത്ര? ടോട്ടൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0.
that is q by 2 divided by epsilon 0. q by 2 epsilon 0 ആണ് ടോട്ടൽ. ഇനി ഫ്ലക്സ് ത്രൂ വൺ ഫേസ്, എല്ലാ ഫേസിനും ഇവിടെ ഒരേ ഇമ്പോർട്ടൻസ് ഉള്ളത് അല്ലേ, എല്ലാം സിമെട്രിക്കലാണ്. അതുകൊണ്ട് തന്നെ 1/4, അതായത് 1/4 q divided by 2 epsilon 0. The final answer is q capital ആണ് 8 epsilon 0. Yes, option 3 is correct. Option 3 is the right answer. Ready? Next. A charge q is placed at the center of a line joining two equal charge q. The system of three charges will be in equilibrium if q is equal to. ഇതൊക്കെ നിങ്ങൾക്ക് ബൈഹാർട്ട് ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത് വേരിയസ് സെൻറ്റൻസ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. കാണുമ്പോൾ അതിൻ്റെ ബ്ലൈൻഡായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ ചെക്ക് ചെയ്യണം കേട്ടോ എപ്പോഴും. എ ചാർജ് ക്യൂ ഇസ്, അപ്പോൾ ഇത് ക്യാപിറ്റൽ ക്യൂ, ഇവിടെ ക്യാപിറ്റൽ ക്യൂ, എ സ്മോൾ ക്യൂ ഇസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻറ്റർ എന്ന് പറഞ്ഞ് ആ സമയത്ത് ഇക്വിലിബ്രിയത്തിലായി. അപ്പോൾ എ ബി ഒ മൊത്തം ഡിസ്റ്റൻസ് ആറായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് മൊത്തം ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഏതെങ്കിലും സൈഡിലുള്ള ഒരു ചാർജിന് ചൂസ് ചെയ്യുക. അപ്പം ഞാൻ എയിലുള്ള ചാർജ്, അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ടോട്ടൽ ഫോഴ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ എയിലുള്ള ചാർജിന് ഇയാൾ എന്താ ചെയ്യുക, ഇയാൾ നോക്കൂ അതിനിങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു, ഇയാൾ നോക്കൂ ഇങ്ങോട്ട് റിപ്പൽ ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി. ഞാൻ റിപ്പൽഷൻ അങ്ങനെ ആകുമ്പോൾ അത് ഇക്വിലിബ്രിയത്തിലാവുക നിങ്ങൾക്കറിയാം. നമ്മൾ ആൻസർ അതിനനുസരിച്ചാണ് കിട്ടുക. ദാറ്റ് മീൻസ് നെറ്റ് ഫോഴ്സ് on Q at capital A equal to 1/4 pi epsilon 0. അതായത് K ഇവരുമുള്ള ഫോഴ്സ്, ദാറ്റ് ഈസ് Q into Q divided by R/2 whole square പ്ലസ് മറ്റത് KQ² divided by R². നെറ്റ് ഫോഴ്സ് എന്തായിരിക്കണം, ഇക്വിലിബ്രിയത്തിലായതുകൊണ്ട് 0. ഇവരുമുള്ള ഡിസ്റ്റൻസ് R/2, ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് R. KQനെ പുറത്തെടുക്കുക. അപ്പോൾ KQ divided by R² പുറത്തെടുത്തു. അപ്പോൾ ഇവിടെ ഉള്ളത് സ്മോൾ ക്യൂ അല്ല പുറത്തെടുക്കേണ്ടത്, ക്യാപിറ്റൽ ക്യൂ ആണ് രണ്ടിലുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 4Q എന്ന് കിട്ടും അല്ലേ. ഈ 4 മുകളിലേക്ക് വരുന്നു, 4Q പ്ലസ് ഇവിടെ ഉള്ളത് ഒരു ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു 0. Therefore 4Q plus capital Q equal to 0 or 4Q equal to minus capital Q. Q is equal to minus capital Q by 4. Ready? Yes. അടുത്ത question. A current 15 ampere pass through a wire for 5 minutes. Okay. Calculate the total charge flown through a given cross section of the wire. Simple question. Q is equal to ചാർജ് അല്ലേ ചോദ്യം. ഓക്കെ, അപ്പോൾ ചാർജ് Q is equal to IT. I എത്ര 15, T എത്ര 5 minutes. അപ്പോൾ സെക്കൻഡിലേക്ക് ആക്കുക, IR 30. അപ്പോൾ 30 ആവുമ്പം 3 into 15 45. അപ്പോൾ 45 പിന്നെ ഒരു 0, രണ്ടാമത്തെ 0, അത്രയും കൂളോം. 4500 കൂളോം is the final answer. Okay. Next. There are two copper wires of same cross-sectional area and they carry same current. അപ്പോൾ same cross-sectional area, same current. If their lengths are in the ratio 1:2, then calculate the ratio of drift velocity. Same current, same cross-section, ലെങ്ത്തിൻ്റെ റേഷ്യോ ആണ് തന്നത് അല്ലേ. ലെങ്ത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ നോക്കൂ. വീഡിൻ്റെ ഇക്വേഷൻ എന്താ, I divided by NEA. That is VD is proportional to L raised to 0. 1:1 is the right answer. ലെങ്ത് അവിടെ മാറി തിരിച്ചിട്ട് നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്, കറണ്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ലെങ്ത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A heavy uniform rope hangs vertically from a ceiling with lower end free. Okay, just കാണിക്കാം. With lower end free. Okay, ready. A disturbance on the rope traveling upward from the lower end has a velocity v at a distance x from the lower end. അപ്പോൾ ഇവിടുന്ന് നോക്കൂ, ഇപ്പോൾ എക്സ് ഈ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡിസ്റ്റൻസിനെയാണ് എക്സ് എന്ന് വിളിക്കുന്നത്.
ഒന്നുകൂടെ നോക്കണം. അവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി വി ആണ്. ഓക്കെ, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി വി ആണ്. ഡിസ്റ്റർബൻസ് മുകളിലേക്ക് പോകുന്ന വെലോസിറ്റി വി. Okay, a disturbance on the rope traveling upward from the lower end has a velocity v at a distance x from the lower end. Ready? അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദ്യം എന്താണ്? ചോദ്യമായി ഓപ്ഷൻ ആൻസറിലാണ് ചോദ്യം ഉള്ളത് കേട്ടോ. ആ വി പ്രൊപ്പോർഷണൽ ടു 1/x. ഓക്കെ റെഡി. നോക്കൂ, വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ v is equal to root of t by mu. Mass, where mu is the mass per unit length and t is the tension. ടി ടെൻഷനാണ്. അപ്പോൾ നമ്മൾ നോക്കി ഇവിടുത്തെ വെലോസിറ്റി കാണണമെങ്കിൽ ഈ പോയിന്റിൽ ടെൻഷൻ എന്ത് എന്ന് നമ്മൾ കാണണം അല്ലേ? അപ്പോൾ നമുക്ക് ടെൻഷൻ കാണാം. അപ്പോൾ ടെൻഷൻ ടി ഈക്വൽ ടു ശ്രദ്ധിക്കണേ, ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ ലോവർ പാർട്ടിൽ എത്ര മാസാണോ ഇവിടെ ഹാങ് ചെയ്ത് നിൽക്കുന്നത്, ഇയാളാണല്ലോ ഈ പോയിന്റിൽ. കാരണം അപ്പോൾ നമുക്ക് ഇവിടെ വേണം ഇതിനെ കട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു വലിയ മാസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ആ ബോഡിയുടെ മാസ് എന്തിനേക്കില്ല, ഇത്രയും പോർഷൻ്റെ ഈ റോപ്പിൻ്റെ വെയിറ്റിന് ഈക്വലാണ്. അതാണ് ആ ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്റു ജി കൊടുത്താൽ മതി, ആ മാസ് ഇൻറ്റു ജി. അപ്പം ഞാൻ പറയുന്നു, അപ്പം മാസ് പെർ യൂണിറ്റ് ലെങ്ത്, ലെറ്റ് ക്യാപിറ്റൽ എം ആണ് ടോട്ടൽ മാസ് എന്ന് വിചാരിക്കുക. ടോട്ടൽ ലെങ്ത്തിന് ഞാൻ എൽ എന്ന് വിളിച്ചു. ടോട്ടൽ അപ്പോൾ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആയി. ഇതാണ് നമ്മൾ മ്യൂ ട്ടോ, മാസ് പെർ ഇതിന് നിങ്ങൾ ഇങ്ങനെ കൊടുക്കണ്ട, മ്യൂ എന്ന് കൊടുത്താൽ മതിയല്ലോ. മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു എക്സ്, ഇതാണ് ഇൻറ്റു ജി. ഓക്കെ, മനസ്സിലായോ? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും ഇതിൻ്റെ മാസ് എം ആണ് എന്ത്, മ്യൂ എക്സ് എന്ന് പറയുന്നത്, മ്യൂ എക്സ്. ദിസ് ഈസ് ടെൻഷൻ. അത് നമ്മൾ വെലോസിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ വി ഈക്വൽ എന്താ കിട്ടുക, റൂട്ട് ഓഫ് mu xg divided by mu എന്ന് കിട്ടും, or equal to gx. Or v proportional to root x is the final answer. Option 3 is correct. Option 3 is the right answer. മനസ്സിലായോ? Okay, next. A satellite in force-free space. Satellite in force-free space sweeps stationary interplanetary dust at a rate dm by dt equal to alpha v. dm by dt, rate of change of mass, alpha v. Here v is the velocity acceleration of the satellite of mass capital M. ഒന്നുകൂടി നോക്കണേ. എ സാറ്റലൈറ്റ് ഈസ് ഇൻ ഫോഴ്സ് ഫ്രീ സ്പേസ്. അപ്പം സാറ്റലൈറ്റിന് മുകളിൽ നെറ്റ് ഫോഴ്സ് 0 ആണ്. സ്വീപ്സ് സ്റ്റേഷനറി ഇന്റർപ്ലാനറ്ററി ഡസ്റ്റ് അറ്റ് ദ റേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി വെച്ചിട്ട് നമ്മൾ ചെയ്ത് തുടങ്ങാം. നമുക്ക് ആൻസർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം. എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എം വി. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എം വി. ഓക്കെ, ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മാസും, കാരണം ഡി എം ബൈ ഡി ടി ആണ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നെ. അപ്പോൾ ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് എം ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി ഇങ്ങനെ തന്നെ കൊടുക്കണം. മനസ്സിലായോ? ആ ഡി എം ബൈ ഡി ടി ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ ഡി എം ബൈ ഡി ടി ഇസ് ഗിവൺ. അപ്പോൾ ഇത് ശരിക്കാരാ, ഇത് എം എ പ്ലസ് ഇത് വി ഇൻറ്റു ആൽഫ വി, വി ഇൻറ്റു ആൽഫ വി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആൽഫ വി സ്ക്വയർ. ഓക്കെ, ഇനി നോക്കി എഫ് 0 കൊടുക്കുക. വെൻ എഫ് ഈസ് ഈക്വൽ ടു 0 വാട്ട് യു വിൽ ഗെറ്റ്, എം എ ഈക്വൽ ടു മൈനസ് ആൽഫ വി സ്ക്വയർ, മൈനസ് ആൽഫ വി സ്ക്വയർ. എ അല്ലേ ചോദ്യം? Therefore, A equal to minus alpha v square divided by m. ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഞാൻ ക്യാപിറ്റൽ എം ആണ്, ഞാനത് സ്മോൾ എം ആണ് കൊടുത്ത്. ആ വ്യത്യാസം. ഓപ്ഷൻ ആൽഫ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം. എവിടെ? യെസ്, ഓപ്ഷൻ 3. ഓപ്ഷൻ 3 is the right answer. Option 3 is correct. അടുത്തതിലേക്ക് പോകാം. A monkey of mass 20 kg is holding a vertical rope. The rope will not break when a mass of 25 kg
is suspended from it but will break if the mass exceeds 25 kg. എന്ന് വെച്ചാൽ ആ റോപ്പിന് വരാവുന്ന പരമാവധി ടെൻഷൻ ടി മാക്സ് അല്ലേ, ടെൻഷൻ മാക്സിമം ടെൻഷൻ എത്രയാണ് 25 G ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 250 ന്യൂട്ടൺ. കാരണം G 10 എടുക്കാൻ ക്വസ്റ്റ്യനിൽ അവസാനം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ മാക്സിമം ആക്സലറേഷൻ വിത്ത് വിച്ച് ദ മങ്കി ക്യാൻ ക്ലൈംബ് ദ റോപ്പ്? അങ്ങനെ മങ്കി മുകളിലേക്ക് സെർട്ടൺ ആക്സലറേഷനിൽ ക്ലൈംബ് ചെയ്യാണ്. അപ്പോൾ ആ ടി മാക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ മാക്സിമം ആകുമ്പോൾ എം ഇൻറ്റു ജി പ്ലസ് എ. ആ എ ആണ് മാക്സിമം ആക്സലറേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി മാക്സ് എന്നുള്ളത് 250 ന്യൂട്ടൺ. ദാറ്റ് ഈസ് ഈക്വൽ ടു എം എന്ന് പറഞ്ഞത് 25, ജി 10 പ്ലസ് എ മാക്സ്. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? 250 25 കട്ട് ചെയ്തു, ഇവിടെ നിങ്ങൾക്ക് 10 കിട്ടി. therefore എ മാക്സ് ഈസ് ഈക്വൽ ടു എന്തോ ഒരു മിസ്സിങ് പറ്റിയുണ്ടല്ലോ, ജി പ്ലസ് എ. ഓക്കെ, കറക്റ്റ് ആണല്ലോ. എന്തോ മിസ്സിങ് പറ്റി നമുക്ക്. മാസ് 25, 20 ആണ് മാസിൽ. പിന്നെ ഇതെന്താണ്? ഓക്കെ മാസ് 20. റെഡി കിട്ടി. നോക്കൂ, ഇവിടെ മാസ് ഓഫ് ദ മങ്കി അത് 25 അല്ല 20 ഉള്ളൂ. അത് 20 ഉള്ളത്. ഓക്കെ, നൗ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. ലെറ്റ് മീ ചേഞ്ച് ദ കളർ. യെസ്, അപ്പോൾ 0 കട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് 25 ഡിവൈഡഡ് ബൈ 2 minus 10 equal to a max. ഓക്കെ, അപ്പോൾ 12.5 മൈനസ് 10 എന്ന് പറയുമ്പോൾ therefore a max is equal to 2.5 meter per second square. Option 4 is correct. Option 4 is the right answer. Ready? Okay, അടുത്തതിലേക്ക് പോവാം. A cork and a metal bob are connected by a string as shown in figure. ഫിഗറിൽ അത് കൃത്യമായിട്ട് കാണുന്നില്ല, അപ്പോൾ ഞാൻ കാണിക്കട്ടെ അവിടെ. ജസ്റ്റ് വെയിറ്റ് വൈൽ. ഓക്കെ, അതാണ് കോർക്ക്. പിന്നെ ഇവിടെ ഒരു ബോബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ബോബ്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കോർക്ക്, അപ്പോൾ എന്ന് വെച്ചാൽ മാസ് വളരെ കുറവാണ്, നിങ്ങൾക്കറിയാം. If the beaker is given an acceleration towards left, the cork will be thrown towards. തീരി കൺസെപ്റ്റിലാണ് കേട്ടോ, നോക്കണേ. അതായത് ഇങ്ങോട്ടാണ് ഇത് ആക്സലറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ഇത് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാൻ, ഇങ്ങോട്ട് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിലുള്ള ലിക്വിഡ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ലിക്വിഡ് ഏകദേശം ഇങ്ങനെ ഷേപ്പിലേക്ക് വരൂലേ? അറിയാലോ നിങ്ങൾക്ക്. ഇതല്ലേ ലിക്വിഡ്, നോക്കൂ, അങ്ങോട്ടേക്ക് എന്ന് വെച്ചാൽ ബാക്കിലേക്ക് ആക്സലറേറ്റ് ചെയ്യും. ഇത് ബാക്കിലേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു. റെഡി അല്ലേ? അങ്ങനെ ബാക്കിലേക്ക് ലിക്വിഡ് ആക്സലറേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കട്ടോ, അത് ലിക്വിഡ് മാത്രമല്ല, ഈ കോർക്കിനും ബാക്കിലേക്ക് ആക്സലറേഷൻ ഉണ്ട്. അവിടെ അതിന് മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ? സ്യൂഡോ ഫോഴ്സ്. പക്ഷേ ആ സ്യൂഡോ ഫോഴ്സ് ഈ ലിക്വിഡിൽ അനുഭവപ്പെടുന്ന സ്യൂഡോ ഫോഴ്സിനേക്കാൾ വളരെ കുറവായിരിക്കും കോർക്കിന്റെ മുകളിലുള്ളത്. കാരണം സ്യൂഡോ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? -m(a0) നമ്മൾ പറയാം. അതായത് ഇതെങ്ങോട്ടാണോ ഫ്രെയിം ആക്സലറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ, ദെൻ ഇൻറ്റു a0. അപ്പോൾ ഇതിന് മാസ് വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറഞ്ഞ സ്യൂഡോ ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ, മീൻസ് ഇതിൻ്റെ മുകളിൽ ഇങ്ങോട്ടേക്ക് ഫീൽ ചെയ്യുന്ന ഫോഴ്സ് വളരെ കുറവായിരിക്കും എന്നർത്ഥം. യെസ്, ഇനി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ലിക്വിഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രഷർ കൂടും. ഈ ഭാഗത്തോ പ്രഷർ കുറവായിരിക്കും. നോക്കൂ, ലിക്വിഡ് അങ്ങോട്ടേക്ക് റഷ് ചെയ്യണം. ആ സൈഡിലേക്ക് റഷ് ചെയ്യുമ്പോൾ ഇവിടെ ഈ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ പ്രഷർ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ പ്രഷർ കുറവായിരിക്കും. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ കമ്പാരിറ്റീവ് ഇങ്ങനെ ലിക്വിഡ് പോകാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞ അങ്ങോട്ട് ഫോഴ്സ് ഫീൽ ചെയ്യുന്നു. സ്യൂഡോ ഫോഴ്സിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ, സ്യൂഡോ ഫോഴ്സ് പറഞ്ഞാൽ അങ്ങനെ ഫോഴ്സ് ഇല്ലയെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അത് ഇയാൾക്ക് മുകളിൽ വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ ഇയാളും അങ്ങോട്ടല്ലേ മൂവ് ചെയ്യാൻ? അല്ല, ഇയാളും ഇങ്ങോട്ടാണ് മൂവ് ചെയ്യാൻ. എന്തുകൊണ്ട്? ഇത് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ വളരെ കൂടുതലാണ്, ഇവിടെ കുറവാണ്. അപ്പോൾ ഇയാൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുക. ഓക്കെ,
അതിൻ്റെ റീസൺ എന്താണ്? ലിക്വിഡിന് ഫീൽ ചെയ്യുന്ന അത്ര ഫോഴ്സ് ഇയാൾക്ക് ഒരിക്കലും ഇങ്ങോട്ട് ഫീൽ ചെയ്യില്ല, കാരണം അതിൻ്റെ മാസ് വളരെ കുറവായതുകൊണ്ട്. ദെർഫോർ കോർക്ക് മൂവ് ചെയ്യൽ ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഒന്നുകൂടെ പറയാം, ലെഫ്റ്റിലേക്ക് ഫ്രെയിം മൂവ് ചെയ്യുമ്പോൾ ലിക്വിഡ് റൈറ്റിലേക്ക് പോകുന്നു. ലിക്വിഡ് റൈറ്റിലേക്ക് പോകുമ്പോൾ ആ ലിക്വിഡ് എല്ലാം കൂടെ ഇങ്ങോട്ട് റഷ് ചെയ്യുമ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവും. അത്രയും കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്ത് മനസ്സിലാക്കുക? അപ്പോൾ പ്രഷർ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്കായിരിക്കും നമ്മുടെ കോർക്ക് മൂവ് ചെയ്യുക. കുറച്ചും കൂടി ചിന്തിക്കുന്ന ആൾക്ക് അപ്പോൾ തോന്നിയേക്കുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ എന്തുകൊണ്ട് ഈ ലിക്വിഡ് അങ്ങോട്ട് മൂവ് ചെയ്ത അതേ കാരണം കൊണ്ട് തന്നെ കോർക്കിനും അങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആൻസർ, ഈ പ്രഷർ ലിക്വിഡ് മൂവ് ചെയ്യുന്നത് കാരണമുണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കൊണ്ട് ഈ കോർക്കിന്റെ മുകളിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവുമല്ലോ, അതിനെ ഓവർകം ചെയ്യാൻ മാത്രം ഈ കോർക്കിന്റെ മുകളിൽ അങ്ങോട്ട് ഫോഴ്സ് ഇല്ല. എന്താ കാരണം? ഇതിന്റെ മാസ് വളരെ കുറവായതുകൊണ്ട്. യെസ്, അടുത്തേക്ക് പോകാം. An engine pumps water continuously through a hose. Water leaves hose with a velocity v and m is the mass per unit length of the water jet. What is the rate at which a kinetic energy is imparted to the water? അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നെ എം മാസ് അല്ല, മാസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ചെയ്യാം, നോക്കാം. മാത്രമല്ല കൈനറ്റിക് എനർജി അല്ല ചോദ്യം, റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി ആണ് കേട്ടോ, റേറ്റ് ഓഫ് കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? കൈനറ്റിക് എനർജി ബൈ ടൈം ആണ് ചോദ്യം. റെഡി അല്ലേ? ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു, ഞാൻ എം തന്നെ കൊടുക്കുകയാണ്, അത് ക്യാപിറ്റൽ എം, ഇവിടെ ഉള്ളത് സ്മോൾ എം ആണ്, ക്യാപിറ്റൽ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ടി. ഓക്കെ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, സെറ്റ്. എം എന്ന് പറഞ്ഞാൽ ശരിക്കും ആരായി നമ്മൾ ഇവിടെ കൊടുക്കുക? എം എന്ന് പറഞ്ഞുകൊണ്ട് ടോട്ടൽ മാസ് ആണ്. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞത് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എ, ലെങ്ത് എൽ എന്ന് ഞാൻ കൊടുത്തു. നിൽക്കട്ടെ, ഇനി ക്വസ്റ്റ്യനിൽ തന്ന സ്മോൾ എം എന്താ? ക്യാപിറ്റൽ എം മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഡിവൈഡഡ് ബൈ എൽ. അത് ചെയ്താൽ റോ എ എന്നല്ലേ കിട്ടുക? യെസ്, റോ എ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ക്യാപിറ്റൽ എമ്മിന് റോ എ എൽ അല്ലേ, റോ എ എൽ. പക്ഷെ വെലോസിറ്റി ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, വി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, ഹാഫ് ഇൻറ്റു, ഓക്കെ ശ്രദ്ധിക്കൂ, നോക്കൂ, ഹാഫ് ഇൻറ്റു നോക്കൂ, എ റോ എന്ന് പറഞ്ഞാൽ ആരായി? മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു ഞാൻ വെലോസിറ്റി കൊടുത്താൽ, അതൊന്ന് ശ്രദ്ധിക്കണേ, ഇത് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ടോട്ടൽ മാസ് ബൈ എൽ. എം ആണ് എനിക്ക് ഇവിടെ ഉള്ളത് കേട്ടോ, നിൽക്കട്ടെ. ഇൻറ്റു വെലോസിറ്റി ഞാൻ കൊടുത്തു. ഇൻറ്റു വെലോസിറ്റി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാം? ലെങ്ത് ബൈ ടൈം. അപ്പോൾ ഈ ലെങ്ത്തും ആ ലെങ്ത്തും ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഇത് വീണ്ടും എന്തായി മാറി? ഇത് സ്മോൾ എം ആയിട്ട് മാറി. പിന്നെ ഒരു ബൈ ടി ഇവിടെ അധികം കിടക്കുന്നുണ്ട്, കാരണം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ലെങ്ത് ബൈ ടൈം. ഒന്നുകൂടെ പറയാം. ഇതാരാണ്? ഇത് ഇയാളാരാണ്? റോ എ എന്ന് പറഞ്ഞാൽ മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ക്യാപിറ്റൽ എം ബൈ എൽ. റെഡി അല്ലേ? ഓക്കെ, അപ്പം ഞാൻ പറയുന്നു ഇവിടെ ഇതെന്താ സാധനം? ഇത് എൽ ബൈ ടി ആണ്, എൽ ബൈ ടി. അപ്പോൾ കറക്റ്റായി. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ എം ആണെങ്കിൽ ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ എൽ വരൂലേ, മീൻസ് സ്മോൾ എം ആണെങ്കിൽ ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എൽ. ഇവിടെ ഡയമെൻഷനിൽ ചെക്ക് ചെയ്യാൻ കാണിച്ചുതരാം, അതിൽ പ്രശ്നമില്ല. ഇൻറ്റു, അപ്പോൾ ഇത്രയും സാധനം ഇൻറ്റു വി സ്ക്വയർ. ഇനി ബൈ ടി ഇല്ല, അത് ഇയാളിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ഒന്നുകൂടെ നോക്ക്, ഇതാരാ? ഏരിയ ഡെൻസിറ്റി ഇൻറ്റു ലെങ്ത് അല്ലേ വേണ്ട, ആ ലെങ്ത് ഇവിടെ ഉണ്ട്. വെലോസിറ്റി ബൈ ടൈം, ശരിയല്ലേ? അപ്പോൾ ഇത്രയും സാധനം ആരാ? ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ടി. സെറ്റല്ലേ? ഒന്നുകൂടെ നോക്കൂ, എ റോ എൽ
അതാണ് ക്യാപിറ്റൽ എം. ഇതാ ഈ ക്യാപിറ്റൽ എം. പിന്നെ ഇവിടെ വി പറയുമ്പോൾ ഇവിടെ ഡിവൈഡ് ബൈ ടി കൂടെ ഉണ്ട്. ആ ടി ഇത് അവിടെ ഉണ്ട്. അപ്പം ഇനി ആ ടീനെ ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യുന്നില്ല. അവിടെ വി കൊടുത്തോടു കൂടി കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എ റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സ്മോൾ എം ഇൻറ്റു വി ക്യൂബ്. ഇങ്ങനെ ആൻസർ ഉണ്ടോ? ഹാഫ് എം വി ക്യൂബ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യം അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല, പക്ഷെ ഞാൻ ചെയ്തത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ്. എ ബോഡി ഓഫ് മാസ് 10 കിലോഗ്രാം ഡിസ്പ്ലേസ്ഡ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 20 ന്യൂട്ടൺ ഇൻ ദ ഡിറക്ഷൻ ഓഫ് ഇത് വർക്ക് ഡൺ. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഫ് ടോട്ടസ്. അപ്പോൾ എഫ് ഇവിടെ ആരാ? എഫ് എന്ന് പറഞ്ഞത് മാഗ്നിറ്റ്യൂഡ് 20 ഇൻറ്റു ഇയാളെ ഡിറക്ഷനിലാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അയാളെ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെങ്ങനെ? അത് 6 i cap പ്ലസ് 8 j cap ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 6 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ. മനസ്സിലായല്ലോ? യൂണിറ്റ് വെക്ടർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഡിവൈഡഡ് ബൈ 64 36 100 ബൈ 10 ഇൻറ്റു 6 i cap പ്ലസ് 8 j cap. ദാറ്റ് ഈസ് 12 i cap പ്ലസ് 16 j cap എന്ന് നിങ്ങൾക്ക് ഫോഴ്സ് കിട്ടി. നൗ ഡിസ്പ്ലേസ്മെന്റ്. സിമിലർലി ഡിസ്പ്ലേസ്മെന്റ് എസ് ഇസ് ഈക്വൽ ടു ഇവിടെ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനാണ്. അപ്പോൾ 3 മൈനസ് 2 i cap പ്ലസ് 3 മൈനസ് 1 j cap പ്ലസ് 4 മൈനസ് 3 k cap, or that is equal to i cap plus 2 j cap plus k cap. Now F is equal to work W is equal to 12 i cap plus 16 j cap dot i cap plus 2 j cap plus k cap. That is equal to 12 plus j എൻ്റെത് 32 അല്ലേ, 16 into 2 32. That is equal to 44 joule. ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 3 is correct. ഓപ്ഷൻ 3 is the right answer. ഓപ്ഷൻ 3. അടുത്തേക്ക് പോവാം. കീപ്പിംഗ് ദ ബാങ്കിങ് ആംഗിൾ ഓഫ് ദ റോഡ് കോൺസ്റ്റന്റ്, അതായത് തീറ്റ കോൺസ്റ്റന്റ് ആണ്. തീറ്റ ഈക്വൽ ടു കോൺസ്റ്റന്റ്. The maximum safe speed of passing vehicle is to be increased by 10%. Okay. Friction, the radius of curvature of the road will have to be changed from. എന്ന് വെച്ചാൽ ഫ്രിക്ഷനെ കുറിച്ച് പറഞ്ഞില്ല. നിലവിൽ 20 മീറ്റർ ആണ് റേഡിയസ് ഉള്ളത്. അപ്പോൾ അത് എത്ര കൂട്ടിയാലാണ് നമുക്ക് 10% സേഫ് സ്പീഡ് കൂട്ടാൻ പറ്റുമെന്നാണ് ചോദ്യം. ഓക്കെ, നോ പ്രോബ്ലം. സി, അങ്ങനെ ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എന്താ? വി സി ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. വി സി ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ ഇത് ഓർമ്മ ഉണ്ടാവും. അതിൽ തീറ്റ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ വി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ആർ. ഇത്ര ഉള്ളൂ കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കൂ, V1 divided by V2, that is equal to V1 by V2 is equal to root of അല്ലെങ്കിൽ V1 സ്ക്വയർ അല്ലേ, അങ്ങനെ കൊടുക്കുക. V1 സ്ക്വയർ ബൈ V2 സ്ക്വയർ ഈക്വൽ ടു R1 ബൈ R2 ആണ്. R1 ബൈ R2. V1നെ നമുക്ക് V സ്ക്വയർ എന്ന് തന്നെ വിളിച്ചു. ഡിവൈഡഡ് ബൈ 10% കൂട്ടുക എന്ന് പറഞ്ഞാൽ V പ്ലസ് 0.1 V അല്ലേ, V പ്ലസ് 0.1 V ഇതല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു R1 എത്രയാണ്? R1 20 ഡിവൈഡഡ് ബൈ R2. ഇതാണ് കേസ്. യെസ്, ഞാൻ ബാക്കി ഇവിടെ ചെയ്യാം. അപ്പോൾ V സ്ക്വയർ ഡിവൈഡഡ് ബൈ 1.1 V സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ബൈ R2. ഓർ R2 is equal to R2. V square കട്ട് ചെയ്തു. R2 is equal to 20 into 1.1 സ്ക്വയർ. ചെക്ക് ചെയ്യണേ. R2 ഇങ്ങോട്ട് വന്ന് ഇയാൾ അങ്ങോട്ട് പോയി. ഓക്കെ, നോ പ്രോബ്ലം.
that is equal to 20 into 1.21. That is 12.1 into 2 അല്ലേ 12.1 into 2 എന്ന് പറയുമ്പോൾ 24.2 ആൻസർ ഉണ്ടോ? യെസ്, ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 കാരണം മനസ്സിലായില്ലേ, ഇയാളങ്ങോട്ട് കൊടുത്തു, അപ്പോൾ 1.21 ആയി. 1.21 into 2 അല്ല സോറി 12.1 into 2. ഓക്കെ, റെഡി. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. At which height from the Earth's surface does the acceleration due to gravity decreases by 75% of its value at Earth's surface? Again, decreases by 75%. Decreases by 75% പറഞ്ഞാൽ 25% ബാക്കിയുള്ളൂ. 25% ബാക്കിയുള്ളൂ. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ അപ്രോക്സിമേറ്റ് ഉഡായ്പ ഇക്വേഷൻ ഒന്നും പറ്റില്ല, ആക്ച്വൽ ഇക്വേഷൻ കൊടുക്കണം. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ. ജി അറ്റ് എ ഹൈറ്റ് എച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇത് നമ്മളോട് പറയുന്നു 25% അല്ലേ, എന്ന് വെച്ചാൽ 25% എന്ന് പറയുമ്പോൾ ജി ബൈ 4 ശരിയല്ലേ? യാ, അതായത് ഞാൻ പറയുന്നു 25% പറഞ്ഞാൽ 25/100. അപ്പോൾ 1/4 ഇൻറ്റു സർഫസത്ത് ജി എം ബൈ ആർ സ്ക്വയർ ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ജി എം കട്ട്. ബാക്കി ആരൊക്കെയുള്ളത്? ബാക്കി ഫുള്ള് സ്ക്വയർ റൂട്ട് എടുത്തിട്ട് റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ 2r ഈക്വൽ ടു ആർ പ്ലസ് എച്ച് എന്ന് കിട്ടും. ഓർ എച്ച് ഇസ് ഈക്വൽ ടു 2r മൈനസ് ആർ ഈക്വൽ ടു ആർ. യെസ്, ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 26. A particle of mass m is situated at the center of a spherical shell of same mass and radius a. ഓക്കെ, പാർട്ടിക്കിൾ ഓഫ് മാസ് എം. ഓക്കെ, അതായത് ഇതാ എം മാസ്, ഇയാളെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇനി ഇതിന്റെ സെന്ററിൽ കൊണ്ടുപോയിട്ട് ഒരു വേറൊരു ക്യാപിറ്റൽ എമ്മിനെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് നോക്കൂ, ഇവിടെ ഇത് നമുക്ക് എത്ര? ദിസ് ഈസ് എ. യെസ്, ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ നോക്കൂ, ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് a/2 എന്ന് വെച്ചാൽ, അപ്പം ഇനി അതും കൂടെ മാർക്ക് ചെയ്താൽ ദ a/2 എന്ന് പറഞ്ഞാൽ ഏകദേശം നോക്കുക ഇവിടെ. ആൻഡ് ദിസ് ഡിസ്റ്റൻസ് ഈസ് a/2. യു ആർ സപ്പോസ് ടു ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ്. ഇവിടുത്തെ പൊട്ടൻഷ്യലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഒന്ന്, ഇയാൾ മൂലം ഇവിടെ കംപ്ലീറ്റ് യൂണിഫോം പൊട്ടൻഷ്യൽ, ആ പൊട്ടൻഷ്യൽ ഇയാൾക്കുണ്ട്, പ്ലസ് ഇയാളെ വക ഇവിടെ ഉള്ള പൊട്ടൻഷ്യൽ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കഴിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ നോക്കൂ, ഇതൊരു ഹോളോ ഷെല്ലാണ്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് ത്രൂ ഔട്ട്, പ്ലസ് ഇത് കാരണം ഇവിടെ ഒരു പൊട്ടൻഷ്യലും കൂടെ. യെസ്, കൊടുക്കാം. ദാറ്റ് മീൻസ് ടോട്ടൽ പൊട്ടൻഷ്യൽ വി ഇസ് ഈക്വൽ ടു ആ ഉള്ളിലെ യൂണിഫോം പൊട്ടൻഷ്യൽ മൈനസ് ജി എം ഡിവൈഡഡ് ബൈ എ. അടുത്തത് മൈനസ് ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ജി എം മൈനസ് ജി എം ബൈ ആർ ആണല്ലോ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ ആൻസർ. ഓക്കെ, ഇതെന്താ? മൈനസ് ജി എം ബൈ എ മൈനസ് 2gm ഡിവൈഡഡ് ബൈ എ. അപ്പോൾ അപ്പോൾ എത്രയായി? മൈനസ് 3gm ഡിവൈഡഡ് ബൈ എ. ഇങ്ങനെ ആൻസർ ഉണ്ടോ? ഓപ്ഷൻ 4 ഈസ് കറക്റ്റ് അല്ലേ? മൈനസ് 4 അല്ല, സോറി, ഓപ്ഷൻ മൈനസ് 3g, ഓപ്ഷൻ 2 അല്ലേ? മൈനസ് 3gm ബൈ എ. ഓക്കെ, റെഡി. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. യെസ്, അടുത്തതിലേക്ക് പോകാം. എ ഗ്യാസ് ഫോളോസ് എ പ്രോസസ് T v raised to n minus 1 equal to constant, where T is absolute temperature of the gas and V volume of the gas. If P is the pressure of the gas, then bulk modulus in the process is given by bulk modulus. A gas follows the process.
ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. ടി വി റൈസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു സം കോൺസ്റ്റന്റ് കെ. നമുക്ക് ഗ്യാസ് ഇക്വേഷൻ നമ്മളെ കയ്യിലുണ്ട്, ദാറ്റ് ഈസ് പി വി സി ഈക്വൽ ടു എൻ ആർ ടി. അതിൽ നമുക്ക് പീനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി അല്ല ടി 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 അല്ല അവിടെ ഉള്ളത്. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു പി വി ഡിവൈഡഡ് ബൈ എൻ ആർ. അത് ഇക്വേഷൻ 1 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് പി വി ഡിവൈഡഡ് ബൈ എൻ ആർ ഇൻറ്റു വി റൈസ് ടു എൻ മൈനസ് 1 ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതിൽ എൻ ആർ ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അത് അങ്ങോട്ട് പോയി. പിന്നെ ഇവിടെ ആരുണ്ടാവുക, പി വി റൈസ് ടു എൻ ഈക്വൽ ടു സം അതർ കോൺസ്റ്റൻറ്റ്. മനസ്സിലായോ? അതായത് വി റൈസ് ടു 1ഉം എൻ മൈനസ് 1ഉം വി റൈസ് ടു എൻ ആർ ഇതാ പുറത്തു പോയി. അപ്പോൾ പി വി റൈസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടി. പി വി റൈസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, നൗ പി വി റൈസ് ടു എൻ. ഓക്കെ, ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് വേണ്ടത് ബൾക്ക് മോഡുലസ് അല്ലേ? അപ്പോൾ ബൾക്ക് മോഡുലസിൻ്റെ ഇക്വേഷൻ എന്താ? ബി is equal to മൈനസ് പി വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി അല്ലേ? അതോടെ നിൽക്കട്ടെ. അപ്പോൾ അത് ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ എത്താൻ പറ്റൂലേ? നോക്കൂ, ഡിഫറൻഷിയേറ്റിംഗ് ഇക്വേഷൻ 2. ഇക്വേഷൻ 2നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ പി ഇൻറ്റു എൻ വി റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് പ്ലസ് ആയില്ല, ഇൻറ്റു ഡി വി ഡിഫറൻഷിയേഷൻ ആണ്, പ്ലസ് വി റൈസ് ടു എൻ ഡി പി ഈക്വൽ ടു കോൺസ്റ്റൻറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു 0. ഓക്കെ, എനിക്ക് വേണ്ട പി വി. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് അങ്ങനെ പോകണം നമ്മൾ. എൻ ഓക്കെ, എൻ അവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, അതിൽ സിംപ്ലി വി റൈസ് ടു എൻ മൈനസ് 1 കോമൺ ആയിട്ട് പുറത്തെടുത്താലോ? നോക്കൂ, വി റൈസ് ടു എൻ മൈനസ് 1 പുറത്തെടുത്താൽ എനിക്ക് കിട്ടുക ഇവിടെ എൻ പി ഡി വി പ്ലസ് വി റൈസ് ടു എൻ മൈനസ് 1 പുറത്തെടുത്തത് അല്ലേ? വി റൈസ് ടു എൻ മൈനസ് 1 പുറത്തെടുത്താൽ ഒരു വി അല്ലേ ബാക്കി ഉണ്ടാവുള്ളൂ? യെസ്, വി ഡി പി ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നോക്കൂ, ഇയാൾ അപ്പുറത്ത് കൊണ്ടുപോവുക, അത് 0 ആയി. വാട്ട് എൽസ് ഈസ് ദർ? എൻ പി ഡി വി ഈക്വൽ ടു മൈനസ് വി ഡി പി. ഓക്കെ, എൻ പി ഈക്വൽ ടു മൈനസ് വി ഡി പി ഡിവൈഡഡ് ബൈ പി. തിരിച്ചല്ലേ? ഓപ്ഷനിൽ ഇവിടെ ഒരു മിസ്സിങ് പറ്റിയല്ലോ. ഇല്ല, ഡി വി എവിടെ പോയി? ഓക്കെ, നോ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. വി ഡി പി ഡിവൈഡഡ് ബൈ ഡി വി. ഓ, ഫൈൻ, ഗോട്ട് ഇറ്റ്, വി ഗോട്ട് ദ ഫൈനൽ ആൻസർ. നോക്കൂ, ഇതല്ലേ ഇത്? നോക്കൂ, പി വി ഡി വി. യെസ്, ദിസ് ഈസ് ദ ബൾക്ക് മോഡുലസ്. ആ ആൻസർ അവിടെ ഉണ്ടോ? ഇറ്റ് ഈസ് ദർ. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 3. അടുത്തതിലേക്ക് പോവാം. In which of the following processes heat is neither absorbed nor released? Adiabatic. No explanation. An astronomical telescope of 10-fold 10 times 10x angular magnification, that is m is equal to fo by fe, that is equal to 10, has length 44. കാരണം ഇത് നോർമൽ അഡ്ജസ്റ്റ്മെന്റ് വേറൊന്നും ക്വസ്റ്റനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ ടെലിസ്കോപ്പ് ഇൻ ഇറ്റ്സ് എ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് മനസ്സിലാക്കുക. ദെർഫോർ എൽ ഈസ് ഈക്വൽ ടു നോർമൽ അഡ്ജസ്റ്റ്മെന്റിൽ എന്താ? എഫ് ഒ പ്ലസ് എഫ് ഇ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 44. എന്നിട്ട് എന്താ ചോദ്യം? ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ്. എഫ് ഒ ആണ് ക്വസ്റ്റ്യൻ. എഫ് ഒ എന്ന് പറഞ്ഞാൽ 44 മൈനസ് എഫ് ഇ ആണ്. എഫ് ഇ ഇതിൽ നിന്ന് ഉണ്ടാക്കുക. എഫ് ഇ എന്ന് പറഞ്ഞാൽ
F4 divided by 10 ആണ്. ഓക്കെ, that is equal to 44 minus F4 by 10. 440 minus F4 equal to 10 F4. Therefore, 11 F4 equal to 440, or F4 is equal to 440 divided by 11. 40 is the right answer, 40 centimeter. Option 3 is correct. Option 3 is the right answer. അടുത്ത question. Young's double slit experiment is first performed in air and then in a medium other than air. It is found that eighth bright fringe in the medium lies where fifth dark fringe lies in air. ഓക്കെ, അപ്പോൾ ആദ്യം എയറിൻ്റെ കേസ് പറയാട്ടോ. എയറിൽ YN ഈസ് ഈക്വൽ ടു ഡാർക്കാണ്, എയറിലുള്ളത് ഡാർക്കാണ്. അപ്പോൾ YN ഈസ് ഈക്വൽ ടു 2n മൈനസ് 1 ക്യാപിറ്റൽ ഡി ലാംഡ ഡിവൈഡഡ് ബൈ 2d. അപ്പോൾ Y5 ഈക്വൽ ടു 10 മൈനസ് 1, അപ്പോൾ 9/2 ഡി ലാംഡ ബൈ ഡി. അവിടെ കേട്ടെ. ഓക്കെ, ഇനി നോക്കൂ മീഡിയത്തിലാവുന്ന സമയത്ത് അവിടെ ബ്രൈറ്റ് ആണ്. YN ഈസ് മീഡിയത്തിലാവുമ്പോൾ ലാംഡയാണ് ചേഞ്ച് ചെയ്യുക, അതറിയാലോ. മീഡിയത്തിലേക്ക് വരുമ്പോൾ ബാക്കിയൊക്കെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒക്കെ സെയിം ആണ്. അപ്പോൾ YN ഈസ് ഈക്വൽ ടു ND ലാംഡ ഡാഷ് ബൈ സ്മോൾ d. ദാറ്റ് ഈസ് അവിടെ എത്ര, 5th ആണ് നേരത്തേത്, ഇത് 8th ആണ്. അപ്പോൾ 8 ക്യാപിറ്റൽ ഡി ലാംഡ ഡാഷ് ഡിവൈഡഡ് ബൈ ഡി. ദീസ് ടു ആർ ഈക്വൽ, കാരണം രണ്ടും ഒരേ ഡിസ്റ്റൻസിലാണ്, ഒരേ പൊസിഷനിലാണ്. അപ്പോൾ രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. ഫ്രം ഇക്വേഷൻ 1 and 2 വി ക്യാൻ റൈറ്റ് Y5 ഈക്വൽ ടു Y8 ആണ്. Y8 പറഞ്ഞാൽ 1 2 കേസാണ്. ഓക്കെ, therefore 9/2 capital D lambda by D, that is equal to 8 D lambda dash divided by small d. D lambda അയ്യോ കട്ടാനായില്ല, D by D കട്ട്. Lambda dash is equal to 9/16 lambda. Am I right? 9/16 lambda. നമ്മളോട് ചോദ്യം എന്താണ്? ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദ്യം. ഓക്കെ, കുഴപ്പമില്ല. നൗ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N is equal to C/V ആണ്. ദാറ്റ് ഈസ് C എന്ന് പറഞ്ഞാൽ ന്യൂ ലാംഡ ഡിവൈഡഡ് ബൈ ന്യൂ ലാംഡ ഡാഷ്. ന്യൂ കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ ലാംഡ ഡിവൈഡ് ബൈ ലാംഡ ഡാഷ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 9 ലാംഡ ബൈ 16 മേലെ പോയി. അപ്പോൾ 16/9 കിട്ടും. 16/9 എത്ര? 1 പോയിന്റ്, പിന്നെ 7 അല്ലല്ലോ. അപ്പോൾ 70ൽ 9 എത്ര ഉണ്ട്? 8 ഇല്ല, 7. Therefore the answer is option 3. Option 3 is the right answer. Option 3 is correct. Okay, അടുത്തിലേക്ക് പോകാം. Consider the following and rearrange these in the increasing order of frequency. Increasing order. അപ്പോൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ആർക്കാണ് ഏറ്റവും കുറവ്? റേഡിയോ വേവ്സിന്. റേഡിയോ വേവ്സ്, പിന്നെ ആർക്കാ? ഇൻഫ്രാറെഡ് തന്നെ, പിന്നെ ആരാ? വിസിബിൾ. ഓ, ഇങ്ങനെ നേരെ റിവേഴ്സിൽ പിടിച്ചാൽ മതി. 4321. ഓക്കെ, അടുത്തത്. എ റേ ഇൻസിഡന്റ് അറ്റ് an angle 53 degree. Okay, emerges at an angle 37 degree. If the angle of incidence is made 50 degree, 53 ഉള്ളത് 50 ആക്കിയാൽ, which of the following is a possible value of angle of emergence? Possible value of angle of emergence. Okay, possible value of angle of emergence. Look, we have D is equal to I plus E minus capital A, or I plus E equal to A plus D. അവിടെ കിട്ടെ. ഇനി നമ്മൾ ഐ ഡി കർവ് നോക്കൂ. ഐ ഡി കർവ് എടുത്ത് ഐ ഡി കർവിൽ
ഞാനിവിടെ ആദ്യത്തെ ഒരു കേസ് ഇത് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ജസ്റ്റ് നിങ്ങൾക്കറിയാം ഒരു പർട്ടിക്കുലർ ഡീവിയേഷന് ഒരു പർട്ടിക്കുലർ, ഇപ്പോൾ ഇത് ഞാൻ D1 എന്ന് കൊടുക്കുക, D1. ആ D1ൽ നിങ്ങൾക്ക് ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസും മീൻസ് ഒരു പർട്ടിക്കുലർ ഡീവിയേഷൻ കിട്ടാൻ ദർ ആർ 2 കറസ്പോണ്ടിങ് ആംഗിൾസ് ഓഫ് ഇൻസിഡൻസ്. അതാരാ? അത് ഒന്ന് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഒന്ന് ആ സമയത്തുണ്ടാവുന്ന ആംഗിൾ ഓഫ് എമർജൻസും ആണ്. ഇത് E ആണ്, ഇത് E. ഇനി മറ്റൊന്ന് D2, ഇത് നമ്മളെ കേസ് 2 എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 53 ഉള്ളത് 52 ആക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാളെ D1 ആക്കാം. D1 അപ്പോഴാണ് ശരിയാവുക. D1 ആൻഡ് ദിസ് ഈസ് D2. അപ്പോൾ D1ൽ ഓക്കെ, ഇതാണ് നമ്മളെ 53 കേട്ടോ, 53 ഡിഗ്രി. ആ സമയത്തെ ആംഗിൾ ഓഫ് എമർജൻസ് ആണ് 37 ഡിഗ്രി, 37. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ഇതാണ്. ഇത് നമുക്ക് 50 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കറസ്പോണ്ടിങ് ഇന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇന്റെ വാല്യൂ കണ്ടെത്തണം. ഓക്കെ ആണല്ലോ. പോസിബിൾ വാല്യൂ ഓഫ് ഇ ആണ് ചോദ്യം. റെഡി. അപ്പോൾ നോക്കൂ, നമ്മുടെ ഫസ്റ്റ് കേസ് എടുത്താൽ, അതായത് ഞാൻ ആ കളർ അതന്നെ ഫോളോ ചെയ്യണം കേട്ടോ, എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടും. അതായത് A പ്ലസ് D1 ഈക്വൽ ടു 53 പ്ലസ് 37 ഈക്വൽ ടു എത്ര? 90 ഡിഗ്രി. 90 ഡിഗ്രി. റെഡി അല്ലേ? ഓക്കെ. ഇനി എ കോൺസ്റ്റന്റ് നമുക്കറിയാം. ഇനി ഞാൻ വൈറ്റ് കളറിൽ സെക്കൻഡ് കേസ് പറയണേ. A പ്ലസ് D2, A പ്ലസ് D2, അതിൽ എ കോൺസ്റ്റന്റ് ആണ്. D2 ഈസ് വെരി ക്ലിയർ ഫ്രം ഫിഗർ. D2 ഈസ് ലെസ് ദാൻ D1. D2 ഈസ് ലെസ് ദാൻ D1. അപ്പോൾ A പ്ലസ് D2 ഈസ് ഈക്വൽ ടു, അവിടെ I എന്ന് പറഞ്ഞത് 50 പ്ലസ് ഇ ആണ്, 50 പ്ലസ് ഇ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇത് A പ്ലസ് D90 ആയിരുന്നു. A പ്ലസ് D2 എന്ന് പറഞ്ഞത് എന്തായാലും 90നേക്കാൾ കുറവാണ്. വൈ? ബിക്കോസ് എ അവിടെയും ഇവിടെയും കോൺസ്റ്റന്റ് ആണ്. അയ്യോ, അവിടെ അല്ല, അതവിടെ. എ രണ്ട് സ്ഥലത്തും കോൺസ്റ്റന്റ് ആണ്. D1 നോക്കൂതാ, D1 ഇത്രയുണ്ട്, D2 ഇത്ര ഉള്ളൂ. അപ്പൊ D1ന്റെ അത്ര ഇല്ല D2. അപ്പൊ A പ്ലസ് D2 എന്നുള്ളത് ഇതിനേക്കാൾ ചെറുതാ. അപ്പോൾ ഇത് 90 ഉണ്ടെങ്കിൽ ഇത് ലെസ് ദാൻ 90 ആണ്, ലെസ് ദാൻ 90. മനസ്സിലായോ? ഓക്കെ, therefore I can conclude 50 plus E should be less than 90 degree. Therefore ഇന്റെ വാല്യൂ എന്തായിരിക്കും? അപ്പോൾ ഇന്റെ വാല്യൂ ലെസ് ദാൻ 40 ആവണം. കാരണം ഇവിടെ ലെസ് ദാൻ 90 ആവുമ്പോൾ ഇവിടെ ഇത് 40, ഇന്റെ വാല്യൂ 40നേക്കാൾ കുറവായിരിക്കണം. ഇ ഷുഡ് ബി ലെസ് ദാൻ 40. എന്നാൽ ഓൾറെഡി അത് എത്ര ഉണ്ട്? 37 ആൻഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 37. അപ്പം ഇങ്ങനെ പറയാം, ദാറ്റ് ഈസ് ഇന്റെ വാല്യൂ ഷുഡ് ലൈ ബിറ്റ്വീൻ 37 ഡിഗ്രി ആൻഡ് ബിറ്റ്വീൻ ആൻഡ് 40. The answer is 38 degree. 38 degree is the final answer. 38 degree. മനസ്സിലായോ? ഓക്കെ, നന്നായി ശ്രദ്ധിക്കുക. അത് പിന്നെ കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കേൾക്കാൻ ശ്രദ്ധിക്കൂട്ടോ. ഓക്കെ, അടുത്തേക്ക് പോവാം. A person of mass m is standing in one end of a plank of mass m and length L. Plank is floating in water. The person moves from one end to other end and stops. The work done by normal force. Normal force എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കാരണം ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ, സീറോ വർക്ക്. ഫോഴ്സ് മീൻസ് നോർമൽ ഡിസ്പ്ലേസ്മെന്റും നോർമൽ ഫോഴ്സും നമ്മൾ ആംഗിൾ 90 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ.
the transition from the state n equal to 2 to n is equal to 3 in hydrogen like atoms results in ultraviolet. n is equal to 3 നിന്ന് 2ലേക്ക് വരിക എന്ന് പറയുമ്പോൾ വിസിബിൾ ലൈറ്റ് അല്ലേ? ദിസ് ഈസ് റോങ്. ഓക്കെ. Infrared radiation will be obtained in the transition n is equal to 2 to 1. 2 to 1 എന്ന് പറയുന്നത് ലാമാൻ സീരീസ് യു വി ആണ്. ദാറ്റ് ഈസ് ഓൾസോ റോങ്. ബോത്ത് എ ആൻഡ് ബി ആർ റോങ്. എയും ബിയും തെറ്റ്. അടുത്തത്, the electric potential on the axis of an electric dipole at a distance r from its center v. അങ്ങനെയാണെങ്കിൽ അത് ഇലക്ട്രിക് ആക്സിസിലല്ലേ, അലോങ് ആക്സിസ്. ദ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് at the same distance on its equatorial line will be 0. കാരണം എന്താ, അത് പിന്നെ ഫീൽഡിൻ്റെ റിലേഷന് നിങ്ങൾ ആരെങ്കിലും പൊട്ടൻഷ്യലിന് അറിയാതെ കൊടുക്കുകയാണെങ്കിൽ അവരെ ട്രാപ്പ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. മൈനസ് ക്യൂ പ്ലസ് ക്യൂ ഡൈപോള് ആക്സിസ് ഇതല്ലേ. അപ്പോൾ ആക്സിസിൽ ഒരു പോയിന്റ് എടുത്താൽ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈ രണ്ട് ഡിസ്റ്റൻസും എന്താ ഈക്വൽ. അപ്പോൾ എത്ര നെഗറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടോ അത്ര പോസിറ്റീവ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പോൾ ഈക്വൽ ടു ഏത് പോയിന്റ് എടുത്താലും 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, ഇനി ഇക്വേഷൻ വെച്ചിട്ട് ആ പി കോസ് തീറ്റ 90 ആണ് കിട്ടുക. ആ കോസ് 90 0 അത് വെച്ചിട്ട് ചെയ്യാം. 2 concentric and coplanar circular loops P and Q have their radii in the ratio 2:3. Loop Q carries current 9 ampere. ഓക്കെ, വരയ്ക്കുക അല്ലേ, കൺഫ്യൂഷൻ ആവും. ഓക്കെ, ഇത് ഒന്ന് ചെറുതൊന്ന് വലുതുമാണ്. റെഡി. പി ആൻഡ് ക്യൂ സർക്കുലർ. പി ആരാണ്? പിക്ക് 2 ആണ്, 2:3 ആണ്. അപ്പോൾ പിക്ക്, അപ്പോൾ പി ചെറുത് അല്ലേ. ദിസ് ഈസ് പി ആൻഡ് ദിസ് ഈസ് ക്യൂ. റെഡി. ഇനി ക്യൂ ക്യാരീസ് കറണ്ട് 9 ആംപിയർ. അപ്പോൾ ക്യൂവിൽ 9 ആംപിയർ കറണ്ട് എങ്ങോട്ടാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. യെസ്, ദിസ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. 9 ആംപിയർ കറണ്ട്. പിന്നെന്താ? ഫോർ ദ മാഗ്നറ്റിക് ഫീൽഡ് ടു ബി 0 അറ്റ് ദ കോമൺ സെൻറ്റർ. ഇവിടെ ഫീൽഡ് 0 ആയിരിക്കണം. ബി ഈസ് ഈക്വൽ ടു 0. അങ്ങനെയെങ്കിൽ പിയിലൂടെ പോകേണ്ട കറണ്ട് എന്ത്? അപ്പോൾ പിയിലൂടെ എന്തായാലും ക്ലോക്ക് വൈസിലാണ് പോകേണ്ടതെന്നുള്ളത് നമുക്ക് കൺഫേം ആണ്. ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസ്, അപ്പോൾ ഇയാൾ ഇപ്പം തന്നെ തെറ്റാണ്, അതൊഴിവാക്കാം. ബാക്കിയുള്ളത് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഫീൽഡ് അവിടെ 0 ആയിരിക്കണം. അപ്പോൾ ടോട്ടൽ ഫീൽഡ് സർക്കുലർ ലൂപ്പാണ്. ബി ഈസ് ഈക്വൽ ടു μ0 I divided by 2a. μ0 I divided by 2a ആണ് ഒരാളെ ഫീൽഡ്. μ0 I divided by 2a. ഓക്കെ, അപ്പോൾ നോക്കൂ, ടോട്ടൽ ഫീൽഡ് ബി ഈസ് ഈക്വൽ ടു ടോട്ടൽ നെറ്റ് ഫീൽഡാണ് μ0 by 2 ഇൻറ്റു I1 by A1 പ്ലസ് I2 by A2. പ്ലസ് അല്ല മൈനസ് അല്ലേ, ഓപ്പോസിറ്റ് ആയിരിക്കണമല്ലോ. I2 ഡിവൈഡഡ് ബൈ A2. ഓക്കെ, ഞാൻ ഡിറക്ഷൻ ഓൾറെഡി കൊടുത്താ. ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ μ0 by 2 പോയി. അപ്പോൾ I1 by I2 ദാറ്റ് ഈസ് ഈക്വൽ ടു A1 by A2. ഇനി ചോദ്യം, റേഡിയൻ്റെ റേഷ്യോ 2:I1 കൺഫ്യൂഷൻ ഔട്ടാ. ആ കറണ്ട് ഏതാണെന്നുള്ളത് നോക്കട്ടെ. ആരാ 1 2 എന്നൊക്കെ എടുത്തത് പ്രശ്നമാണ്. നമുക്കറിയുന്നത് ക്യൂവിൻ്റെതാണ് അല്ലേ, ക്യൂ. അപ്പോൾ ക്യൂ ആണ് ഞാൻ I1 A1 ആയിട്ട് എടുത്തത്. പക്ഷേ ഇവിടെ തിരിച്ചാണ് കൊടുത്തത് കേട്ടോ. ഇവിടെ പി ആണ് 2. ഓക്കെ, അല്ലെ തിരിച്ച് തന്നെ കൊടുക്കുക. അപ്പോൾ നമുക്ക് I1 അല്ലേ ആവശ്യം. ഓക്കെ, ഞാൻ പി തന്നെയാണ് I1 ആക്കി എടുക്കുന്നത്. Therefore I1 is equal to I2 into A1 by A2. I2 9, A1 by A2 2/3. That is equal to 6 ampere. പിന്നെ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇത് ക്ലോക്ക് വൈസ്. 6 ആംപിയർ ഇൻ ദ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ഓപ്ഷൻ 4 ഈസ് കറക്റ്റ്. 6 ആംപിയർ ഇൻ ദ, കാരണം ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ആവുമ്പോഴല്ലേ ക്യാൻസൽ ചെയ്ത് പോവുക, അതിന് വേറെ ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ 6 ആംപിയർ പിന്നെ മറ്റേത് ഓൾറെഡി നമ്മൾ റൂൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a diamagnetic substance is brought near the north pole or south pole of a bar magnet, diamagnet repel ചെയ്യും. ഓപ്ഷൻ 4. Diamagnets are feebly
റിപ്പൽഡ് ബൈ ദ ഫീൽഡ് അല്ലേ. ഓക്കെ, അത് നോർത്ത് ആണെങ്കിലും സൗത്ത് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ സംഭവിക്കാം. അടുത്തത് എ റെക്ടാങ്കുലാർ, സ്ക്വയർ, സർക്കുലാർ ആൻഡ് എലിപ്റ്റിക്കൽ ലൂപ്പ്, ഒരുപാടുണ്ടല്ലോ, all in the xy plane are moving out of a uniform magnetic field with a constant velocity. മനസ്സിലായി. സിമിലർ ക്വസ്റ്റ്യൻ NCERT ടെക്സ്റ്റ് ബുക്കിലെ സോൾഡ് എക്സാമ്പിൾ ഉണ്ട്. റെക്ടാങ്കുലാർ ലൂപ്പും സ്ക്വയറും EMI. The magnetic field is directed along the negative z direction. അതിനൊന്നും പ്രസക്തിയില്ല. The induced EMF during the passage of these loops out of the field will not remain constant. അതാണ് ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിൾ കാര്യമാണ്. നോക്കൂ, ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്, വളരെ പെട്ടെന്ന്. ഓക്കെ, യൂണിഫോം ഫീൽഡിൽ നിന്ന് നമ്മൾ ഓരോരുത്തരെ നമ്മൾ പുറത്തേക്ക് വലിക്കുക കേട്ടോ. നോക്കൂ, ഇവിടെ ഒരു റെക്ടാങ്കുലാർ ലൂപ്പിനെ പുറത്ത് കൊണ്ടുവന്നിരിക്കുക വിത്ത് സെർട്ടൺ വെലോസിറ്റി, അതൊന്ന്. ഇവിടെ ഞാൻ സർക്കുലാർ ലൂപ്പിനെ പുറത്തേക്ക് ഇവിടെ വലിക്കണ്ടേ ഇങ്ങോട്ട്. പിന്നെ ആരൊക്കെയാണ്? സ്ക്വയർ ആകുമ്പോഴും കുഴപ്പമില്ല, സ്ക്വയർ. ദെൻ എലിപ്സ്, ഓക്കെ. അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് വലിക്കുന്നു, ഇതിനെ നമ്മൾ അങ്ങോട്ട് വലിക്കുക. നോക്കൂ, അപ്പോൾ ഈസ് ഈക്വൽ ടു d∅/dt. അപ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു BA cos θ. അപ്പോൾ d∅, ഇവിടെ B കോൺസ്റ്റന്റ് ആണ്, cos θ മാറാൻ പോണില്ല. അപ്പോൾ AML ആണ് കളി. ദാറ്റ് ഈസ് d∅/dt ഈസ് പ്രൊപ്പോർഷണൽ ടു, എന്ന് വെച്ചാൽ ഇവിടെ എന്താ വരിക, അതിൽ നമുക്ക് സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇമ്പോർട്ടൻറ്റ് dA/dt ആണ്. ബാക്കിയൊന്നും ഇവിടെ മാറാൻ പോണില്ല. ഏരിയ ഇൻസൈഡ് ദ ഫീൽഡ് അല്ലെങ്കിൽ ഔട്ട്സൈഡ് ദ ഫീൽഡ്, അതാണ് ചേഞ്ച് ചെയ്യാൻ പോണത്. അത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഇത് കോൺസ്റ്റന്റ് ആണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് കോൺസ്റ്റന്റ് d∅/dt ആൻഡ് ഹെൻസ് എക്സ്പെക്ട് എ കോൺസ്റ്റന്റ് ഇൻഡ്യൂസ്ഡ് ഫീൽഡ്. നോക്കൂ, നിങ്ങൾ ഇയാളെ പുറത്തേക്ക് വലിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എത്ര സ്പീഡ് പറഞ്ഞു നോക്ക്, 1. ഓക്കെ, V. ഇപ്പോൾ 1 cm/s വലിക്കണേരിക്കുക. അപ്പോൾ ഓരോ സെക്കൻഡിലും ഓരോ സെൻറ്റിമീറ്റർ അല്ലേ പുറത്തേക്ക് വരിക. എന്ന് വെച്ചാൽ dA/dt ഈസ് എ കോൺസ്റ്റന്റ് ഇൻ ദിസ് കേസ്. ഇവിടെയും അത് കോൺസ്റ്റന്റാ, തുല്യ സമയത്ത് തുല്യമായ ഏരിയയാണ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ അത് കോൺസ്റ്റന്റ് ആണോ? അല്ല. ഇവിടെ നോക്കൂ, ഇതിൻ്റെ സ്പീഡ് ആദ്യം ഇത്ര പുറത്തേക്ക് വന്നാൽ അടുത്ത് നോക്കൂ ഇത്ര വരുന്നത്, അടുത്ത് നോക്കൂ ഇത്രയാണ് വരുന്നത്, അടുത്ത് ഇത്രയാണ് വരുന്നത്. ഇതൊക്കെ ദൂരം ഇടയിലുള്ള ഈ ഡിസ്റ്റൻസും ഇതൊക്കെ ഈക്വലാ. പക്ഷെ ഏരിയ എക്സ്പോസ്ഡ് നോക്കൂ, ഇത് ഈക്വൽ ആണോ? അല്ല, അത് ഇതിന് ഈക്വൽ അല്ല. കണ്ടോ, ഇതൊക്കെ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അത് ഇവിടെയും അങ്ങനെ. പുറത്തേക്ക് വരുന്ന ഏരിയ നോക്കൂ, ഈ ഏരിയ അത് ഇങ്ങനെ തുല്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസിൽ വരച്ചു നോക്ക്. ഈ ഏരിയ ആണോ തൊട്ടടുത്ത ഏരിയ ഉണ്ടാകുക? അതാണോ? അല്ല. ഓക്കെ, അപ്പോൾ രണ്ട് കേസിൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ഫീൽഡിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് റെക്ടാങ്കുലാർ ലൂപ്പിന്റെ കേസിലും സ്ക്വയർ ലൂപ്പിന്റെ കേസിലും. എ സിമിലർ ക്വസ്റ്റ്യൻ ഈസ് സോൾവ്ഡ് ഇൻ NCERT ടെക്സ്റ്റ് ബുക്ക് EMI. ശ്രദ്ധിക്കണം, നല്ല ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ എന്താ ഇവിടെ നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ എലിപ്സിന്റെ കേസിലും സർക്കിളിന്റെ കേസിലും സർക്കുലർ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ബാക്കി രണ്ടെണ്ണത്തിന്റെ കേസിൽ അത് കോൺസ്റ്റന്റ് ആണ്, ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്. അടുത്തത്, for a Rutherford scattering experiment, when a particle of charge Z1, mass M1 approaches a target nucleus of charge Z2 and mass M2, and the distance of closest approach is R0, then kinetic energy of the particle is distance of closest approach and the initial kinetic energy half mv². That is equal to final potential energy. അത് എത്ര? 1/4πε0 Q1 Q2, അതായത് ഇവിടെ Z1 Z2 ഡിവൈഡഡ് ബൈ ആ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അപ്പോൾ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ഹാഫ് mv² ഈസ് പ്രൊപ്പോർഷണൽ ടു Z1 Z2. ശരിയല്ലേ? ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. കാരണം ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിനെ നമ്മൾ ഉണ്ടാക്കുന്നതിന് എങ്ങനെ, ഇനീഷ്യൽ കൈനറ്റിക് എനർജി കംപ്ലീറ്റ് ആ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ് പൊസിഷനിലെത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് നമ്മൾ യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഇൻ വിച്ച് ട്രാൻസിഷൻ ബിറ്റ്വീൻ എനർജി ലെവൽസ് ഫോർ എ ഹൈഡ്രജൻ ലൈക്ക് ആറ്റം വി വിൽ ഗെറ്റ് എമിഷൻ ഓഫ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്?
ഷോർട്ടസ്റ്റ്. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ എപ്പോഴും ഷോർട്ടസ്റ്റ് ലോങ്ങസ്റ്റ് ഏത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ എപ്പോഴും ബേസിക് ഇക്വേഷൻ എഴുതുക ഈസ് ഈക്വൽ ടു HC/λ. ലാംഡ ഷോർട്ടസ്റ്റ് ആവണമെങ്കിൽ എനർജി ഡിഫറൻസ് മാക്സിമം ആയിരിക്കണം. കണ്ടോ, ലാംഡ ഷോർട്ടസ്റ്റ് ആണെങ്കിൽ എനർജി ഡിഫറൻസ് അപ്പോൾ ഏത് ലെവൽസ് തമ്മിലാണോ കൂടുതൽ എനർജി സെപ്പറേഷൻ, എനർജി ഡിഫറൻസ് കൂടുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഷോർട്ടസ്റ്റ് കിട്ടുക. അത് നമുക്കറിയാം n ഈസ് ഈക്വൽ ടു 1, പിന്നെ n ഈസ് ഈക്വൽ ടു 2, n ഈസ് ഈക്വൽ ടു 3, n ഈസ് ഈക്വൽ ടു 4. വേറെ ആരുമില്ലല്ലോ. ഓക്കെ, നോക്കൂ ഇതെത്ര -13.6 ഇലക്ട്രോൺ വോൾട്ട്, -3.4 ഇലക്ട്രോൺ വോൾട്ട്, -1.51 ഇലക്ട്രോൺ വോൾട്ട്, -0.85 ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ ഇതിൽ അങ്ങോട്ടൊന്നും അതിൻ്റെ വാല്യൂസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നോക്കൂ ഇവിടുന്ന് ഇൻഫിനിറ്റിയിലേക്കാണ് ഏറ്റവും കൂടുതൽ സെപ്പറേഷൻ ഉള്ളത്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. 5 to 3 5ഉം പറഞ്ഞിട്ടുണ്ട് ഇവിടെ. 5 ആകുമ്പോൾ ഇതിനെക്കാട്ടിലും അടുത്താണ് നിൽക്കുക. കണ്ടാ 5 നോക്കൂ 5 to 3, 5ൽ നിന്ന് 3 ആണെങ്കിലും ഇതൊന്നും ആരെടുത്തേക്ക് എത്തൂല. കാരണം 5 3 എന്ന് പറയുമ്പോൾ 3.4 ഇത് മാത്രം, ഇത് തന്നെ എത്ര ഉണ്ട് നോക്ക്, ഇത് 13.6ഉം ഇത് 3.4ഉം 10.9 എത്ര 10.2 ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട് ഇവിടെ. ഈ ഡിഫറൻസ് ഇതിലേക്ക് ഇത് ആരും എത്തൂലല്ലോ, നിങ്ങൾ ഏത് പറഞ്ഞാലും എത്തൂല. അപ്പോൾ 5 to 3 അല്ല, 4 to 2 ഒരിക്കലും കഴിയൂല. ഈ ഡിഫറൻസ് ഒന്നും ഇവരെ തമ്മിലുള്ള ഡിഫറൻസ് ഇല്ല. കാരണം ഞാൻ വരച്ച് കുറച്ചും കൂടെ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഇത് ശരിക്കും മേലോട്ടാണ് വരക്കണം. അപ്പോൾ റെഡി ആവുക, ഇത് താഴോട്ടും. ഓക്കെ, അപ്പോൾ ഏതാ ആൻസർ? എനർജി ഏറ്റവും കൂടുതൽ 2 to 1 ആണ്. 2 to 1 അതിലാണ് എനർജി ഏറ്റവും കൂടുതലുള്ളത്. റെഡി, നെക്സ്റ്റ് അടുത്തേക്ക് പോവാം. കണ്ടക്ടിവിറ്റി ഓഫ് എ ഫോട്ടോ ഡയോഡ് സ്റ്റാർട്ട്സ് changing. Photodiode starts changing only if the wavelength of incident light is less than 660 nanometer. The band gap of photodiode is found to be electron volt energy ആണ്. ലാംഡ തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ again the same equation is equal to HC divided by lambda. 6.6 into 10 raised to minus 34, 3 into 10 raised to 8, lambda 660 into 10 raised to minus 9. ഓക്കെ അല്ലേ? കട്ട് ചെയ്തതാ, കട്ട് 6.6ഉം 6.6ഉം കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 10 raised to 2 ഉണ്ടാവും. ആ 2 വലിയിട്ട് കട്ട് ചെയ്യുക, അപ്പോൾ -7 ആവും. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്? 3 into 10 raised to 7 -7 മേലെത്തുമ്പോൾ 7, അപ്പോൾ 15 ആയി. 15 അല്ലേ, 7 14 15 15. അപ്പോൾ -34 15 പോയി -19 ആയില്ലേ, അത്രയും ജൂള്. പക്ഷെ ജൂൾ ആൻസറിലില്ല, ഇലക്ട്രോൺ വോൾട്ടില്ല. അപ്പോൾ കൺവേർട്ട് ചെയ്തോ, 3 into 10 raised to -19 divided by 1.6 into 10 raised to -19 ഇലക്ട്രോൺ വോൾട്ട്. വെട്ടിക്കോ, 10 raised to -19 പോയി. ബാക്കി ആരാളുള്ളത്? 3 divided by 1.6. 3ൽ 1.6 എത്ര ഉള്ളത്? 1. 1 point something മതിയടാ, 1 point something. ഇത് ഇതിലായിരിക്കാം മാച്ച് ആണോ നോക്ക്. 11/3 പറയുമ്പോൾ 1 point ആണോ വരിക? 3 point something വരിക. 14/5 എന്ന് പറയുമ്പോൾ 2 point something ആണ്. 15/8 എന്ന് പറയുമ്പോൾ 1 point something ആണ്. Okay, the answer is option 3. Option 3 is the right answer. Clear? Yes. The electric and magnetic field associated with an electromagnetic wave propagating along z-axis can be represented. ഇത് നമ്മളിപ്പോൾ 3ാമത്തെ റൗണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അല്ലേ. JBയിൽ ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. E ക്രോസ് ബിന്റെ ഡിറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പ്ലസ് z ആക്സിസ് ആണെങ്കിൽ I cap cross j cap ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The equation of state of real gas. നമ്മൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ
PV dimensions of A by B square അല്ലേ, A by B square. അപ്പോൾ ഡയമെൻഷൻ ഓഫ് B is equal to dimension of V ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു L ക്യൂബ്. അറിയാലോ, കാരണം ഇത് ബ്രാക്കറ്റിലാണ്, ഇയാൾക്ക് രണ്ടുപേർക്കും ഒരേ ഡയമെൻഷൻ അല്ലേ. ആപ്പിളിൽ നിന്ന് ആപ്പിളെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ, വോളിയത്തിൽ നിന്ന് വോളിയെ സബ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നൗ പി പ്ലസ് എ ബൈ വി സ്ക്വയർ, അപ്പോൾ എ ബൈ വി സ്ക്വയറിനും പിക്കും ഒരേ ഡയമെൻഷൻ. അപ്പോൾ എൻ്റെ ഡയമെൻഷൻ ഈക്വൽ ടു പി വി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ. പി എന്ന് പറഞ്ഞാൽ എം എൽ ടി റേസ് ടു മൈനസ് ടു ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എൽ സ്ക്വയർ, അപ്പോൾ എൽ റേസ് ടു മൈനസ് 1 ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ വോളിയം എൽ റേസ് ടു 3 ആണ്, സ്ക്വയർ ചെയ്താൽ എൽ റേസ് ടു 6, ദാറ്റ് ഈസ് എം എൽ റേസ് ടു 5 ടി റേസ് ടു മൈനസ് 2. ഓക്കെ, now you are supposed to find the dimensions of A by B square. അപ്പോൾ A is L cube, sorry, A is m L raised to 5 T raised to minus 2. B square is L raised to 6, that is m L raised to minus 1 T raised to minus 2, and it is the dimensions of power, not power, pressure, pressure. M L raised to minus 1 T raised to minus 2, pressure. Okay, next assertion, the limiting force of static friction depends on area of contact and independent of materials. Note that, കാരണം ഏരിയ ഓഫ് കോണ്ടാക്ട് ഏത് ഏരിയയാണ്, ആ മൈക്രോസ്കോപ്പിക് ഏരിയ ആണ്. നമ്മൾ പറഞ്ഞ ഏരിയ ഓഫ് കോണ്ടാക്ട് അല്ല, മാത്രമല്ല ഡിപ്പെൻസ് ഓൺ മെറ്റീരിയൽസ് ഡിപ്പെൻഡൻ്റ് ആണ്. The limiting force of kinetic friction is independent of area of contact, depends on material. ഇത് ശരിയാണ്. അപ്പോൾ അസേർഷൻ തെറ്റ്, റീസൺ കറക്റ്റ്. Assertion false, option 2 is the right answer. Ready? Next, primary side of a transformer connected to 230 volt 50 hertz supply, turn ratio 10:1. Primary നോക്കൂ, that is NP by NS equal to 10/1. പിന്നെ ലോഡ് റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു സെക്കൻഡറി സൈഡ്. ഓക്കെ, പവർ കൺസ്യൂംഡ് ആണ് ചോദ്യം അല്ലേ. ഓക്കെ, നോക്കൂ, വി ഹാവ് വി പി ബൈ വി എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പി ബൈ എൻ എസ്. റെഡി അല്ലേ? അവിടുന്ന് നമുക്ക് ആരുണ്ടാക്കാം, കാരണം പവർ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിൽ, അപ്പോൾ പി is equal to വി സ്ക്വയർ ബൈ വി എസ് സ്ക്വയർ ബൈ ആർ കൊടുക്കണം. അപ്പോൾ ഇങ്ങോട്ടാണ് പോകേണ്ടത് കേട്ടോ. നമുക്ക് പി എന്ന് പറഞ്ഞത് വി എസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. അപ്പോൾ വി എസ് നമുക്ക് ഇവിടുന്ന് കിട്ടണം, ദാറ്റ് ഈസ് വി എസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി ഇൻറ്റു വി പി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ എസ് ഈസ് തിരിച്ചിടണം അല്ലേ, എൻ പി ബൈ, അപ്പോൾ 1/10 ഇൻറ്റു വി പി ഈസ് 230 വോൾട്ട്, ദാറ്റ് ഈസ് 23 വോൾട്ട് എന്നത് കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 23 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ 46 തന്നിട്ടുണ്ട്, വെട്ടിക്കോ, ഇവിടെ 2 കിട്ടും. ബാക്കിയോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 23ൻ്റെ പകുതി എത്രടാ, 11.5 അല്ലേ, 11.5. ഓപ്ഷൻ 3 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 5 kg മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ് XY plane along the line y equal to x plus 4. The angular momentum of the particle about the origin will be. Angular momentum of the particle about the origin. നോക്കാം, നോക്കൂ, നമ്മളതിൻ്റെ ഗ്രാഫ് 5 kg along the line y is equal to x plus 4 അല്ലേ. അപ്പോൾ വൈൻ്റെ വാല്യൂ എക്സിൻ്റെ 0 + 4, അപ്പോൾ ഇങ്ങനെയല്ലേ വരിക, സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ, ലൈക്ക് ദിസ്. This is y is equal to x plus 4 and this point is 4, x plus 4.
Okay, also this angle is 45 degree. This is also 45. കാരണം y equal x, ഈ പോയിന്റ് നിന്ന് പിന്നെ അങ്ങോട്ട് x മനസ്സിലായല്ലോ. ഓക്കെ, ആംഗുലാർ മൊമെന്റം അബൌട്ട് ദ ഒറിജിൻ ആണ് ചോദ്യം. ആംഗുലാർ മൊമെന്റം അറ്റ് ദ ഒറിജിൻ. അപ്പോൾ അതിന് നോക്കും, നമുക്ക് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം, ആർ പെർപെൻഡിക്കുലർ, ആർ ക്രോസ് പി, ആർ ക്രോസ് പി. ഓക്കെ, എന്ന് വെച്ചാൽ എൽ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ. അപ്പോൾ ഇതാണ് ആർ കേട്ടോ, സൈൻ തീറ്റ ഇൻറ്റു എം വി. ദാറ്റ് ഈസ് ആർ എത്ര 4, സൈൻ തീറ്റ സൈൻ 45 ഇൻറ്റു മാസ് 5, വെലോസിറ്റി 3√2 കിട്ടൂടാ. അപ്പോൾ 4/√2 ഇൻറ്റു 15√2. ഓക്കെ, കിട്ടി. ദാറ്റ് ഈസ് √2 കട്ട്. ദ ഫൈനൽ ആൻസർ ഈസ് 60. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. 60 is the final answer. 60 kilogram meter square per second. Angular momentum. Okay, next. The resistance R is equal to V by I. തന്നിട്ടുണ്ട്. Okay. I തന്നിട്ടുണ്ട്. Percentage error in the measurement of resistance. That is delta R by R is equal to delta V by V plus delta I by I into 100%. That is 5/200 into 100 plus 0.2 divided by 20 into 100 into 100. 0 cut. Okay, 5/2 2.5 plus 1 3.5% is the final answer. Option 1 is correct. Option 1 is the right answer. Option 1. Okay, option 1. അടുത്തതിലേക്ക് പോകാം. Question number 48. Which of the following points is likely the position of center of mass of the system shown? മണൽ, ഓക്കെ, മണലില്ലെങ്കിൽ ഇവിടെ സെൻറ്റർ ആയിരിക്കും അല്ലേ. മണലുണ്ടാകുമ്പോൾ നോക്കുക മാസ് കൂടിയ ഭാഗത്തേക്ക്, അപ്പോൾ സിക്കാണ് ചാൻസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, സി അല്ലേ. ഓപ്ഷൻ 3. എ അല്ല, ബി അല്ല, ഡി എവിടെ? ഡി ഏറ്റവും ബോട്ടത്തിലേ, അപ്പോൾ ഡി അല്ല. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 49. 2 molecules of a gas have speeds 9 into 10 raised to 6 and 1 into 10 raised to 6 meter per second respectively. What is the RMS speed? RMS speed എന്താണ്? RMS എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. അതാണ് അപ്ലൈ ചെയ്യൂ. റൂട്ട് മീൻ, അപ്പോൾ ഇവിടെ 2 ഉള്ളത്, അപ്പോൾ മീൻ എടുക്കുമ്പോൾ 2 കൂടെ ആഡ് ചെയ്യുക, ബൈ 2 എടുക്കണം. എങ്ങനെയാണെങ്കിലും സ്ക്വയറുകൾ ആഡ് ചെയ്യണ്ടേ? v1 സ്ക്വയർ പ്ലസ് v2 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 സ്ക്വയർ 81 ഇൻറ്റു 10 റേസ് ടു 12 പ്ലസ് 1 ഇൻറ്റു 10 റേസ് ടു 12 ഹോൾ ഡിവൈഡഡ് ബൈ 2. 81 82 ദാറ്റ് ഈസ് 82 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 റേസ് ടു 12ൻ്റെ റൂട്ട്. അപ്പോൾ 41 റൂട്ട് 41 ഇൻറ്റു 10 റേസ് ടു 6 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ടോ? ഓപ്ഷൻ 1 ഈസ് കറക്റ്റ്. ഓപ്ഷൻ 1 ഈസ് ദ റൈറ്റ് ആൻസർ. Okay, my dear students, now the last question, the question number 50. A particle in SHM has displacement x is equal to 3 cos 5 pi t plus pi, where x is in meters and t in seconds. Where is the particle at t is equal to 1/2? അപ്പോൾ അത് പാർട്ടിക്കിളിൻ്റെ പൊസിഷൻ്റെ ഇക്വേഷനാണ്. ടിക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കഴിഞ്ഞില്ലേ, അതിലൊന്നുമില്ല. ദാറ്റ് ഈസ് 3 cos
5 pi into 1 by 2 plus pi, that is equal to 3 cos 5 by 2 plus 1 pi, that is equal to 3 cos 2 3 7 by 2 pi. ഓക്കെ, 7 by 2 pi എന്ന് പറഞ്ഞാൽ എത്ര? കോസിൽ പൈ ബൈ ടുൻ്റെ ഓട് 7, 0. This is 0. This is 0. Therefore, the answer is 0. Ready? ഇതിൽ നിങ്ങൾക്ക് കണ്ട് മാത്സ് അത് അത്ര ധാരണ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അറിയോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോസിൻ്റെ ഗ്രാഫ് തന്നെയാണ് വരച്ച് വയ്ക്കാൻ മതി കേട്ടോ. അതിൽ അഥവാ ധാരണ ഇട്ടാത്ത കോസിൻ്റെ ഗ്രാഫ് കോസ് 0 1 അല്ലേ, അപ്പോൾ ഇങ്ങനെയല്ലേ ഗ്രാഫ് കിട്ടുക. ഓക്കെ, ഇതെങ്ങനെ നോക്കിയാലും മതി. അപ്പോൾ നോക്കൂ, കോസ് ഇത് 0, ദിസ് ഈസ് 0. പിന്നെ ഇത് പൈ ബൈ 2 1 2 3 4 5 6 7 ഉണ്ടോ, 7 പൈ ബൈ 2 0 ആണ്. 7 പൈ ബൈ 2 0. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഈ ചിലർക്ക് അതൊക്കെ ഒരു ഡൗട്ടായിരിക്കും, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാണിച്ചാണ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് വെനസ്ഡേ അല്ലേ, തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ 3 days to go. All the best.